إن الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وبعد فيقول المصنف الإمام المجدد شيخ الإسلام محمد ابن عبد الوهاب رحمه الله تعالى باب ما جاء من التغليظ في من عبد الله عند قبر رجل صالح فكيف إذا عبده. സഹോദരന്മാരെ, 19-ാമത്തെ അധ്യായം ഭാഗികമായി നമ്മൾ വായിച്ചതാണ്. അതിൻ്റെ മസായിലുകളാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. ഫീഹി മസായിൽ, ഈ 19-ാമത്തെ അധ്യായത്തിൽ മുസന്നിഫ് റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകൾ, ആ ഹദീസുകളിൽ നിന്നും ഇസ്തിംബാത്ത് ചെയ്തെടുത്തിട്ടുള്ള മസ്അലകളാണ് താഴെ പറയാൻ പോകുന്നത്. الأولى ما ذكر الرسول صلى الله عليه وسلم في من بنى مسجدا يعبد الله فيه عند قبر رجل صالح ولو صحت نية الفاعل. ഒന്നാമത്തെ മസ്അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള വചനമാണ്. ഫീമൻ ബനാ മസ്ജിദൻ, ഒരാൾ ഒരു മസ്ജിദ്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ഗേഹം, ഒരു വീട് ഒരാൾ പണി കഴിപ്പിക്കുന്നു. യുഅ്ബദുല്ലാഹു ഫീഹി, ആ മസ്ജിദിൽ, ആ പള്ളിയിൽ അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അതിനു വേണ്ടിയാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഇൻദ ഖബ്രി റജുലിൻ സ്വാലിഹ്, ആ പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളത് സ്വാലിഹായ ഒരു മനുഷ്യന്റെ ഖബറിന്റെ അരികിലാണ്. അങ്ങനെയാണെങ്കിൽ ആ പള്ളിയുടെ കാര്യം എന്താണ്? വലൗ സഹ്ഹത്ത് നിയ്യത്തുൽ ഫാഇൽ, പള്ളി നിർമ്മിച്ച ആളുടെ നിയ്യത്ത്, അയാളുടെ ഉദ്ദേശം ശരിയായ ഉദ്ദേശമാണെങ്കിൽ പോലും ആ പള്ളിയിൽ വെച്ച് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. കാരണം അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറിന്റെ അരികിൽ പള്ളി നിർമ്മിച്ചിട്ടുള്ള ആളുകൾ അവരെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്
ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അല്ലാഹുവിങ്കൽ ഏറ്റവും ദുഷ്ടന്മാരായിട്ടുള്ള നീചന്മാരായിട്ടുള്ള ആളുകൾ അവരാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു സ്ഥലമായി മഖ്ബറ തെരഞ്ഞെടുക്കാൻ പാടില്ല, ഖബറുള്ള സ്ഥലം തെരഞ്ഞെടുക്കാൻ പാടില്ല എന്നത് ഈ ഹദീസിൽ നിന്ന്, അഥവാ ഉമ്മു സലമയുടെ ഹദീസ് റളിയല്ലാഹു അൻഹാ വഅർളാഹ, അവര് ഹബശയിൽ പോയപ്പോൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് റസൂലുള്ള വിശദീകരിച്ചു കൊടുത്തത്. അവരുടെ കൂട്ടത്തിൽ നല്ലവനായ ഒരാൾ മരണപ്പെട്ടു പോയാൽ, ഒരു സ്വാലിഹായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ബനൗ അലാ ഖബ്രിഹി മസ്ജിദ, അയാളുടെ ഖബറിന്റെ മുകളിൽ അവരൊരു പള്ളിയുണ്ടാക്കും. ഖബറിന്റെ മുകളിലോ ഖബറിന്റെ അടുത്തോ അരികിലോ പള്ളിയുണ്ടാക്കുന്നത് ഒരുപോലെ തെറ്റാണ്. അങ്ങനെ ഒരു മഹാനായ മനുഷ്യന്റെ, സ്വാലിഹായ മനുഷ്യന്റെ ഖബറിന്റെ അരികിൽ പള്ളിയുണ്ടാക്കുമ്പോൾ അതുകൊണ്ട് ആ പള്ളിയുണ്ടാക്കുന്ന ആളുടെ നിയ്യത്ത് അയാളെ സംബന്ധിച്ച് ഓർക്കാം. അയാൾ ഇബാദത്ത് ചെയ്തതുപോലെ ഇബാദത്ത് ചെയ്യാം. അയാൾ ഇബാദത്തിന്റെ കാര്യത്തിൽ ഇജ്തിഹാദ് ചെയ്തതുപോലെ, കഠിനാധ്വാനം ചെയ്തതുപോലെ ത്യാഗപൂർണമായ ഇബാദത്തുകളിൽ മുഴുകാം. അതിനൊരു പ്രേരണയായിരിക്കാൻ വേണ്ടിയാണ് അയാളുടെ ഖബറിന്റെ അരികിൽ കൊണ്ടുപോയി പള്ളി നിർമ്മിക്കുന്നത്. അങ്ങനെ പള്ളി നിർമ്മിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞു, ഉലൈക ശിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അവര് അല്ലാഹുവിങ്കൽ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. ഇതാണ് ഈ മസ്അലയിൽ നിന്ന്, ഈ ഹദീസിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യാൻ സാധിക്കുന്ന ആദ്യത്തെ മസ്അല. പള്ളി നിർമ്മിച്ച ആളുടെ നിയ്യത്ത് എത്ര തന്നെ നല്ല നിയ്യത്തായിരുന്നാലും അത് ഒരു ഖബറിന്റെ മുകളിലോ ഖബറിന്റെ അരികിലോ ആയി എന്ന കാരണത്താൽ ആ പള്ളിയിൽ വെച്ച് ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നും, ആ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി ശിറാറുൽ ഖൽഖിൽ ഉൾപ്പെട്ടു പോകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. അസ്സാനിയതു, രണ്ടാമത്തെ മസ്അല, അന്നഹിയു അനിത് തമാസീൽ വഗിലമുൽ അംരി ഫീ ദാലിക്. അന്നഹിയു അനിത് തമാസീൽ, തിംസാലുകൾ, രൂപങ്ങൾ, പ്രതിമകൾ, അത് നിർമ്മിക്കുന്നത് വിലക്കി എന്ന് മാത്രമല്ല, വളരെ കർക്കശമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. അതിൽ വിലക്കുണ്ട്. വഗിലമുൽ അംരി ഫീ ദാലിക്, മാത്രമല്ല അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗലീളായ ഭാഷയിൽ, പരുഷമായ ഭാഷയിൽ കർശനമായി വിലക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം സുവറുകൾ, തമാസീലുകൾ, രൂപങ്ങളും പ്രതിമകളും, അത് ഒരു മഹാനായ മനുഷ്യന്റെ പ്രതിമയായിരിക്കാം, രൂപമായിരിക്കാം. ആദ്യം ആ പ്രതിമ അല്ലെങ്കിൽ രൂപം നിർമ്മിക്കുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ നല്ലവനായ മനുഷ്യനെ ഒന്ന് ഓർമ്മിക്കുക, അയാളോട് നമുക്കുള്ള കടപ്പാട് രേഖപ്പെടുത്തുക, അയാളുടെ ആ രൂപമോ പ്രതിമയോ കാണുമ്പോൾ അയാൾ ചെയ്തിരുന്ന നല്ല കാര്യങ്ങൾ മനസ്സിൽ വരിക, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുക, അയാൾ ചെയ്തതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുക. ആരാധനകളിലും അതുപോലെ തന്നെയുള്ള ഖുർബാത്തുകളിൽ, ത്വാഅത്തുകളിൽ അയാൾ ചെയ്തതുപോലെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അതിന് പ്രചോദനമാവുക. ഇതൊക്കെയായിരിക്കാം ഉദ്ദേശിച്ചത്. പക്ഷേ ആ സുവറുകളും തമാസീലുകളും ആദ്യം എന്തിനു വേണ്ടി നിർമ്മിച്ചുവോ അതിൽ നിന്ന് പിന്നീട് ആ വ്യക്തിയെ തന്നെ ആരാധിക്കുന്നതിലേക്ക് അത് വഴി ചേർക്കും എന്നതിനാൽ അത് വിലക്കി, ആ വിലക്ക് തന്നെ വളരെ കർക്കശമാക്കുകയും ചെയ്തു എന്നുള്ളത്. കാരണം ജൂതരെയും ക്രൈസ്തവരെയും അള്ളാഹു ശപിച്ചു എന്ന് പറഞ്ഞത് സുവറുകളും തമാസീലുകളും സ്വീകരിച്ചത് കൊണ്ടാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സുവറുകളും തമാസീലുകളും സ്വീകരിക്കുന്നതിനെ വളരെ കർക്കശമായി വിലക്കുകയും ചെയ്തു. അസ്സാലിസത്തു അൽ ഇബ്റ ഫീ മുബാലഗതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലിക് കൈഫ ബയ്യന ലഹും ഹാദാ അവ്വലൻ ثم قبل موته بخمس قال ما قال
ثم لما كان في السياق لم يكتفي بما تقدم. ഇങ്ങനെ സുവറുകൾ ഉണ്ടാക്കുന്നത്, രൂപങ്ങൾ ഉണ്ടാക്കുന്നത്, തമാസീലുകൾ, പ്രതിമകൾ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ മരിച്ചുപോയിട്ടുള്ള ആളുകളുടെ, മഹാന്മാരായ ആളുകളുടെ ഖബറിന്റെ അരികിൽ അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യാനുള്ള ഗേഹങ്ങൾ പണികഴിപ്പിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി എന്നല്ല, അതിൽ മുബാലഗ, വളരെ കർക്കശമായ ഭാഷയിൽ അല്പം അത്യുക്തിയോടുകൂടി തന്നെ റസൂലുള്ളാഹി അത് വിലക്കിയിട്ടുണ്ട്. ആ വിലക്കിയതിനുള്ള ഗുണപാഠം അതാണ് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്. കാരണം അത് നേരെ ശിർക്കുൻ അക്ബറിലേക്ക്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന, മുശ്രിക്കും കാഫിറുമായി പോകുന്ന, സ്വർഗം തീർത്തും നിഷിദ്ധമാക്കപ്പെടുന്ന, നരകത്തിൽ സ്ഥിരമായി കഴിച്ചുകൂട്ടേണ്ടി വരുന്ന ആ വൻ പാപത്തിലേക്ക്, ഏറ്റവും വലിയ തെറ്റിലേക്ക്, ശിർക്കിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുമെന്നതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം വിലക്കുന്നതിൽ മുബാലഗ കാണിച്ചു. എങ്ങനെയാണ് മുബാലഗ കാണിച്ചത്? ബയ്യന ലഹും ഹാദാ അവ്വലൻ, ആദ്യം ഇത് പാടില്ല, അതിന്റെ ദോഷവശങ്ങൾ ഇന്നതാണ് എന്ന് ഉമ്മത്തിന് ബയാൻ ചെയ്തു കൊടുത്തു. കാരണം ഒരു മഹാന്റെ രൂപമോ അല്ലെങ്കിൽ പ്രതിമയോ ഉണ്ടാക്കി വെക്കുന്ന ആളുകൾ മഹാനെ ഒന്ന് ഓർമ്മിക്കുകയും അയാൾ ചെയ്തതുപോലുള്ള ഇബാദത്തുകളും ത്യാഗങ്ങളും ചെയ്യാൻ ഒരു പ്രചോദനം ഉൾക്കൊള്ളുകയും എന്ന ലക്ഷ്യത്തിലായിരിക്കും. പിന്നീട് അദ്ദേഹത്തെ കാണാത്ത ആളുകൾ വരുമ്പോൾ അദ്ദേഹത്തോടുള്ള ആ ബഹുമാനത്തിനപ്പുറത്തേക്ക് അത് ആരാധനയുടെ ഭാവത്തിലേക്ക് മാറുകയും അയാളെ ഇടയാളനും മധ്യവർത്തിയുമാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സ്ഥിതിയിലേക്കെത്തും. കാലക്രമേണ അയാളെ തന്നെ ആരാധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. ഈ കാര്യം അവിടുന്ന് ആദ്യം വിശദീകരിച്ചു കൊടുത്തു. സുമ്മ ഖബല മൗതിഹി ബിഖംസിൻ, പിന്നീട് ഈ കാര്യം മരണപ്പെട്ടു പോകുന്നതിനും 5 ദിവസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് അനുചരന്മാരിൽപ്പെട്ടിട്ടുള്ള 1-2 ആളുകളുടെ സഹായത്തോടു കൂടി പള്ളിയിലേക്ക് വരികയാണ്. റസൂലുള്ള പള്ളിയിലേക്ക് വരുന്നത് കണ്ട് ആളുകളെല്ലാം സന്തോഷിച്ചു. അങ്ങനെ അവരെ ആ പള്ളിയിൽ വെച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തിട്ടുള്ള അവസാനത്തെ ആ ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തെക്കുറിച്ച് താക്കീത് ചെയ്തു. നിങ്ങളുടെ പൂർവിക സമുദായങ്ങൾ, അവരുടെ കൂട്ടത്തിൽ അമ്പിയാക്കന്മാരും മഹാന്മാരും മരണപ്പെട്ടു പോയാൽ ആ അവരുടെ ഖബറിടത്തെ ആരാധനക്കുള്ള സ്ഥലമാക്കാറുണ്ട്. അവരെ മറവ് ചെയ്ത സ്ഥലത്ത് അല്ലാഹു ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയുള്ള പള്ളികൾ നിർമ്മിക്കാറുണ്ട്. വഇന്നി അൻഹാകും അൻ ദാലിക്, എങ്കിൽ അങ്ങനെ ചെയ്തു പോകരുത് എന്ന് ഞാനിതാ നിങ്ങളോട് വിലക്കുന്നു. മാത്രമല്ല ആ ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖാതലല്ലാഹുൽ യഹൂദ് വന്നസ്വാറ, ഇത്തരം നടപടികൾ കൈക്കൊണ്ടിട്ടുള്ള ജൂതരെയും ക്രൈസ്തവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ടായിട്ടുള്ള കാര്യം കൃത്യമായി അവർ അറിയിക്കുകയും യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്ത കാര്യം നിങ്ങൾ ആവർത്തിക്കരുത് എന്ന് കർക്കശമായി വിലക്കുകയുമാണ് ചെയ്തത്. ഇത് മരണപ്പെട്ടു പോകുന്നതിന് 5 ദിവസം മുമ്പുള്ള, ആദ്യം അവിടുന്ന് ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത്തരം കാര്യങ്ങളുടെ ഭവിഷ്യത്തുകൾ വളരെ ഭംഗിയായി വിശദീകരിച്ചു കൊടുത്തിട്ടുള്ളതാണ്, ബയാൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് മതിയാകാതെ മരണപ്പെട്ടു പോകുന്നതിന് 5 ദിവസം മുമ്പ് ഉമ്മത്തിന് നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ ഉപദേശം റസൂലുള്ളാഹ് തന്റെ അനുചരന്മാരോട് നടത്തിയിട്ടുള്ള അവസാനത്തെ പ്രഭാഷണം, ആ പ്രഭാഷണത്തിൽ ഇത് പ്രത്യേകമായി വിലക്കി. എന്നു മാത്രമല്ല, ثم لما كان في السياق, അതുകൊണ്ടും അവിടുന്ന് അവസാനിപ്പിച്ചില്ല. റസൂലുള്ള സിയാഖിന്റെ ഘട്ടത്തിൽ റസൂലുള്ളാന്റെ റൂഹ് ഏതാണ്ട് പിടിക്കാൻ ഒരുങ്ങുന്ന ആ സന്ദർഭത്തിൽ, അതാണ് സിയാഖ്, നസ്ഇന്റെ ഘട്ടത്തിൽ
ലം യക്തഫി ബിമാ തഖദ്ദം 5 ദിവസം മുമ്പ് പറഞ്ഞതുകൊണ്ട് അവസാനിപ്പിച്ചില്ല. അതിനു മുമ്പ് നേരത്തെ കാര്യങ്ങളെല്ലാം തന്നെ ബയാൻ ചെയ്തു കൊടുത്തിട്ടുള്ള ആ ബയാൻ കൊണ്ട് അവസാനിപ്പിച്ചില്ല. റസൂലുള്ളാഹിന്റെ റൂഹ് പിടിക്കുന്ന അവസാന നിമിഷത്തിൽ പോലും ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഖാതലല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ് യുഹദ്ദിറു മാ സനഉ. തന്റെ മുഖത്ത് ഒരു വസ്ത്രം സക്രാത്ത് തുടങ്ങുന്നതിനാൽ റസൂലുള്ളാഹിക്കുണ്ടാകുന്ന ആ വേദന കാരണത്താൽ ഒരു വസ്ത്രം മുഖത്തേക്ക് പുതപ്പ് മുഖത്തേക്ക് വലിച്ചിടും. അങ്ങനെ ഇടക്ക് ആ വസ്ത്രം മുഖത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീക്കും. അങ്ങനെ ആ സിയാത്ത് തുടങ്ങിയ നിസ്അ തുടങ്ങിയ ആ ഘട്ടത്തിലാണ് പറഞ്ഞത് ഖാതലല്ലാഹുൽ യഹൂദ് വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ് യുഹദ്ദിറു മാ സനഉ. الرابعة നാലാമത്തെ മസ്അല നഹിയുഹു അൻ ഫിഅലിഹി ഇൻദ ഖബ്രിഹി ഖബ്ല അൻ യൂജദൽ ഖബർ. നബി അത് വിലക്കുകയാണ്. എന്റെ ഖബറിന്റെ അരികിൽ കൊണ്ടുവന്ന് പള്ളി നിർമ്മിക്കുകയും എന്നിട്ട് എന്റെ ഖബറിന്റെ മുകളിലോ അരികിലോ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യുകയും അങ്ങനെ നിങ്ങൾ ചെയ്യരുത് എന്നുള്ളത് വിലക്കി. ഖബ്ല അൻ യൂജദൽ ഖബർ. റസൂലുള്ളാഹിക്ക് അങ്ങനെ ഒരു ഖബർ തന്നെ ഉണ്ടായിട്ടില്ല. അവിടുന്ന് മരിച്ചിട്ടില്ല, വഫാത്തായിട്ടില്ല, ഖബർ വെട്ടിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ അങ്ങനെ ആ ഖബറിന്റെ അരികിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പ്രത്യേകമായി ഒരു മസ്ജിദ് നിർമ്മിക്കുന്നത് അത് റസൂലുള്ളാഹി വിലക്കി. അൽ-ഖാമിസത്തു അന്നഹു മിൻ സുനനിൽ യഹൂദ് വന്നസ്വാറ ഫീ ഖുബൂരി അംബിയാഇഹിം. മാത്രമല്ല അത് പൂർവിക സമുദായങ്ങൾ പിഴച്ചു പോയപ്പോൾ അവർ കൈകൊണ്ടിട്ടുള്ള തെറ്റായ നടപടികളിൽപ്പെട്ടതാണ് എന്ന കാര്യം ഉണർത്തി. ജൂതന്മാരുടെ നടപടിയാണ്, അതുപോലെ തന്നെ ക്രൈസ്തവരുടെ നടപടിയാണ്. ഫീ ഖുബൂരി അംബിയാഇഹിം. അവരുടെ അമ്പിയാക്കന്മാർ, അവരിലേക്ക് നിയുക്തരായ അമ്പിയാക്കൾ മരണപ്പെട്ടു പോകുമ്പോൾ അവരുടെ ഖബറിന്റെ അരികിൽ അവർ ദേവാലയം പണികഴിപ്പിക്കും. ഇത് അവരുടെ തെറ്റായ നടപടിയാണ്, അത് പാടില്ലെന്ന് പറഞ്ഞു. അസ്സാദിസത്തു ലഅ്നുഹു ഇയ്യാഹും അലാ ദാലിക്. ആറാമത്തെ മസ്അല അങ്ങനെ അമ്പിയാക്കന്മാരുടെ ഖബറിന്റെ മുകളിലും അരികിലും അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മസാജിദുകൾ, പള്ളികളും അതുപോലെ തന്നെ ബിയാളുകളും കനായിസുകളും നിർമ്മിച്ചു എന്നതിന്റെ പേരിൽ അവർക്ക് ഉണ്ടായത് ലഅനത്താണ്, ശാപമാണ് എന്ന കാര്യം പ്രത്യേകമുണർത്തി. المسألة السابعة أن مراده صلى الله عليه وسلم تحذيره إيانا عن قبره. ജൂതന്മാരെ അല്ലാഹ് ശപിച്ചിട്ടുണ്ട്, ക്രൈസ്തവരെ അല്ലാഹ് ശപിച്ചിട്ടുണ്ട്. അവരവരുടെ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ഖബറുകളെ ആരാധനാസ്ഥലമാക്കി മാറ്റി എന്നതാണ് കാരണം എന്നു പറഞ്ഞതിലൂടെ അവിടുന്ന് ഉദ്ദേശിച്ചത് തഹ്ദീറുഹു ഇയ്യാന, തന്റെ ഉമ്മത്തിനെ, നമ്മെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ താക്കീത് ചെയ്യലാണ്. അൻ ഖബ്രിഹി, റസൂലുള്ളാഹിന്റെ ഖബർ അപ്രകാരം ആരാധനക്കുള്ള സ്ഥലമാക്കി മാറ്റുന്നതിൽ നിന്നും തഹ്ദീർ ചെയ്യുകയാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ്സാമിനതു, എട്ടാമത്തേത് അൽ-ഇല്ലത്തു ഫീ അദമി ഇബ്റാസ് ഖബ്രിഹി. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പരസ്യമായി ജനങ്ങൾക്ക് കാണാവുന്ന വിധത്തിൽ തുറന്ന് വെളിപ്പെടുത്തി വെക്കാതിരിക്കുന്നത്? അതിന്റെ ഇല്ലത്ത് അത് ഈ ഹദീസിൽ വിശദീകരിച്ചു. അത് ഹദീസിൽ വിശദീകരിച്ചിട്ടുള്ളത് വലൗലാ ദാലിക ലഉബ്രിസ ഖബ്റുഹു, വലൗലാ ദാലിക ലഉബ്രിസ ഖബ്റുഹു. ജൂതരും ക്രൈസ്തവരും അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ആരാധനാസ്ഥലമാക്കി മാറ്റി. അതേ നടപടി ഈ സമുദായത്തിൽ വരുമെന്ന് റസൂലുള്ളാഹി ഭയപ്പെടുന്നു. അങ്ങനെ ഒരു ഭയമുണ്ടായിരുന്നില്ല എങ്കിൽ ലഉബ്രിസ ഖബ്റുഹു, റസൂലുള്ളാഹിന്റെ ഖബർ ആരും കാണാത്ത വിധം റൂമിനകത്ത്, വീടിനകത്ത് ഖബർ ഉണ്ടാക്കുമായിരുന്നില്ല. മറിച്ച് എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ പൊതുസ്ഥലത്ത് സഹാബത്തിന്റെ കൂടെ ബഖീഇൽ തന്നെ റസൂലുള്ളാഹിനെ മറവ് ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹിനെ പൊതുസ്ഥലത്ത് എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ ഖബറുണ്ടാക്കി മറവ് ചെയ്യാതിരിക്കാനുള്ള ഇല്ലത്ത്, അതിനുള്ള കാരണം റസൂലുള്ളാഹിന്റെ ഖബറിനെ
ആളുകൾ നമസ്കരിക്കുവാനും ആരാധന ചെയ്യാനുമുള്ള ഒരു സ്ഥലമാക്കി മാറ്റും, മസ്ജിദാക്കി മാറ്റും എന്ന ഭയമായിരുന്നു. غير أنه خشي أن يتخذ مسجدا غير أنه خشي എന്നാൽ ഭയപ്പെട്ടു അയ്യുത്തഖദ മസ്ജിദ, റസൂലുള്ളാഹിന്റെ ഖബർ എല്ലാവർക്കും ചെന്ന് കയറാവുന്ന കാണാവുന്ന പരസ്യമായ സ്ഥലത്താണെങ്കിൽ ആ ഖബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ആളുകൾ അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യും. അതിനെ മസ്ജിദായിട്ട് അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരു പ്രത്യേക സ്ഥലമായിട്ട് അവർ സ്വീകരിക്കും എന്ന് ഭയപ്പെട്ടു. ഈ റിവായത്ത് ഖാശിയ എന്ന് തന്നെയും ചിലർ വായിക്കാറുണ്ട്, ചില ഉലമാക്കൾ അങ്ങനെ ലബ്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു എന്നായിരിക്കും അതിന്റെ അർത്ഥം. അന്നഹു ഖശിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിരുന്നു അൻ യുത്തഖദ മസ്ജിദ, തന്റെ ഖബർ ആരാധന ചെയ്യാനുള്ള ഇബാദത്ത് ചെയ്യാനുള്ള സ്ഥലമായി സ്വീകരിക്കുമെന്ന്. അതിനാലാണ് തന്റെ ഖബർ വീട്ടിനകത്ത് നിർമ്മിക്കാൻ റസൂലുള്ളാഹ് സൂചന നൽകിയത്. അതല്ല ഖുശിയ എന്നാണെങ്കിൽ ആരാണ് ഭയപ്പെട്ടത് എന്നത് ഫാഇലിനെ, കർത്താവിനെ വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ അത് സ്വാഭാവികമായും ഉദ്ദേശിക്കപ്പെടുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹിന്റെ ഖബർ ബഖീഇലേക്ക് കൊണ്ടുപോയി നിർമ്മിക്കാതെ മരണപ്പെട്ട വീട്ടിൽ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ ഹുജറത്തിനകത്തു തന്നെ ഖബർ നിർമ്മിക്കാനുണ്ടായ കാരണം സ്വഹാബത്ത് ഭയപ്പെട്ടത് കാരണത്താലാണ്. പുറത്ത് പൊതുസ്ഥലത്ത് റസൂലുള്ളാഹിന്റെ ഖബർ നിർമ്മിച്ചാൽ ജനങ്ങൾ ആ സ്ഥലത്തിന് പ്രത്യേകത കൽപ്പിക്കുകയും അവിടെ പോയി അള്ളാഹുവിന് പ്രത്യേക ഇബാദത്ത് നടത്തുകയും പിന്നീട് അതിനേക്കാൾ വലിയ തെറ്റിലേക്ക്, ശിർക്കുൻ അക്ബറിലേക്ക് ക്രമേണ വ്യതിചലിച്ചു പോകാൻ കാരണമായി തീരുകയും ചെയ്യും. ഈ കാരണത്താലാണ് റസൂലുള്ളാഹിന്റെ ഖബർ വീട്ടിനകത്താക്കിയത്. വീട്ടിനകത്ത് ഖബർ നിർമ്മിക്കാനുള്ള കാരണം ഈ ഹദീസിൽ പറഞ്ഞു. غير أنه خشي أن يتخذ مسجدا, ഇതാണ് അതിന്റെ കാരണം. التاسعة في معنى اتخاذها مسجدا, ഒമ്പതാമത്തെ മസ്അല, റസൂലുള്ളാഹിന്റെ ഖബറിനെ മസ്ജിദായി മാറ്റും, മസ്ജിദാക്കി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? മസ്ജിദ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന സ്ഥലം എന്നാണ്. അത്രേ അതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നുള്ളൂ. അല്ലാതെ ഒരു പ്രത്യേക ബിൽഡിംഗ് ഉണ്ടാക്കും എന്നർത്ഥം അവിടെ ഉദ്ദേശിക്കണമെന്നില്ല. ആ സ്ഥലത്ത് പോയിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്താൽ, ഇത് റസൂലുള്ളാഹിന്റെ ഖബർ, ആ ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ഖബറിന്റെ ബർക്കത്ത് കൊണ്ട്, ആ ഖബർ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹ് എന്റെ പ്രാർത്ഥന പ്രത്യേകമായി കേൾക്കും, സ്വീകരിക്കും എന്ന് തോന്നും ആളുകൾക്ക്. അങ്ങനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്ന് നിൽക്കുന്ന, നമ്മൾ സ്വീകരിക്കുന്ന ഏത് സ്ഥലവും മസ്ജിദാണ്. അങ്ങനെ മസ്ജിദ് എന്ന് പറയും. അതിനുള്ള തെളിവ് ഇതിന്റെ നസ്സുകൾ വായിച്ചപ്പോൾ തന്നെ ഞാൻ വിശദീകരിച്ചതാണ്. ജുഇലത്തിൽ ലിയൽ അർളു മസ്ജിദൻ വതഹൂറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പൂർവിക പ്രവാചകന്മാർക്ക് നൽകാത്ത പല കാര്യങ്ങളും എനിക്ക് നൽകിയിട്ടുണ്ട്, 4-5 കാര്യങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് മറ്റു സമുദായങ്ങൾക്കെല്ലാം ആരാധനകൾ അള്ളാഹ്ക്ക് നിർവഹിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായി നിർമ്മിച്ച സ്ഥലത്ത് ചെല്ലണം. എന്നാൽ മുഹമ്മദ് നബിക്കും തന്റെ ഉമ്മത്തിനും അള്ളാഹു നൽകിയിട്ടുള്ള സവിശേഷത ഈ ഭൂമി മുഴുക്കെ നിങ്ങൾക്ക് മസ്ജിദാക്കി തന്നിരിക്കുന്നു. ആരാധന ചെയ്യാനുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഭൂമിയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നിസ്കരിക്കാം, എവിടെ വേണമെങ്കിലും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാം. ക്രിസ്ത്യാനികൾക്ക് അതിന് പറ്റില്ല, നിർണിത സ്ഥലത്ത് പോകണം. ജൂതന്മാർക്ക് അതിന് പറ്റില്ല, നിർണിതമായ സ്ഥലങ്ങളിൽ പോകണം. എന്നാൽ മുസ്ലിമീങ്ങൾക്ക് സമയമായാൽ നമസ്കരിക്കാൻ ഒരു പള്ളി കിട്ടിയിട്ടില്ലെങ്കിൽ ഭൂമി പള്ളിയാണ്. അങ്ങനെ ആ ഭൂമിയിൽ, പള്ളിയായ ഈ ഭൂമിയിൽ നിസ്കരിക്കാനുള്ള സ്ഥലമാണ് ഭൂമി മുഴുക്കെ. അതിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്തിട്ടുള്ളത്, വിലക്കിയിട്ടുള്ളത്, ഒന്ന് ഖബറുള്ള സ്ഥലം, മറ്റൊന്ന് നമ്മൾ ബാത്റൂമിന് വേണ്ടി ഉപയോഗിക്കുന്ന കക്കൂസ്. ഈ 2 സ്ഥലമാണ് പാടില്ല എന്ന് പറഞ്ഞത്. ഖബറും ഹമ്മാമും മാത്രമാണ് ഇബാദത്ത് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം. ബാക്കി എവിടെ വേണമെങ്കിലും
ജുഅലത് ലിയൽ അർദു മസ്ജിദൻ വതഹൂറ. ആ അർത്ഥത്തിലാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ഖബറിനെ മസ്ജിദാക്കുന്നു പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ അവിടെ പോയിട്ട് ഖിബ്ലക്ക് ഖബറിന് തിരിയണമെന്ന് പോലുമില്ല, ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് 2 റക്അത്ത് നിസ്കരിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ല നിസ്കരിക്കുന്നത്, അള്ളാഹിനോടാണ് നമസ്കരിക്കുന്നത്, അള്ളാഹ്ക്കാണ് സുജൂദ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കഅബയിലേക്കാണ് തിരിയുന്നത്, ഒക്കെ ശരിയാണ്. പക്ഷെ നിസ്കരിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം ഏതാണ്? ഒരു ഖബറിന്റെ പരിസരമാണ്. ഒന്നുകിൽ റസൂലുള്ളാഹിന്റെ ഖബർ, അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലും മഹാന്മാരുടെ ഖബർ. എങ്കിൽ ആ ഖബറിനെ നമസ്കരിക്കാനുള്ള സ്ഥലമായി തെരഞ്ഞെടുത്തു എന്നത് തെറ്റാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ ഖബറിനും ആ ഖബർ സ്ഥിതി ചെയ്യുന്ന പരിസരത്തിനും ഒരു പ്രത്യേകത കൽപ്പിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാകും എന്നതിനാലാണ് റസൂലുള്ളാഹി മരിക്കുന്നതിന് മുമ്പ് ആ ഭയപ്പാട് രേഖപ്പെടുത്തുകയും തന്നെ മറവ് ചെയ്യേണ്ടത് പൊതുസ്ഥലത്തല്ല, തന്റെ വീട്ടിനകത്താണ് എന്ന് സൂചന നൽകുകയും ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ ആ സൂചന മുൻനിർത്തി സ്വഹാബത്തും ആ കാര്യം ഭയപ്പെട്ടത് കൊണ്ടാണ് റസൂലുള്ളാഹി മരണപ്പെട്ടപ്പോൾ അവിടുത്തെ സൂചന പ്രകാരം തന്നെ ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ വീട്ടിനകത്ത് റസൂലുള്ളാഹിന്റെ ഖബറുണ്ടാക്കിയത്. പിന്നെ ഖബറുണ്ടാക്കിയിട്ട് അത് ആളുകൾക്ക് കാണാൻ പറ്റാത്ത വിധം ശരിക്കും അതിന്റെ ചുമര് 3 തരത്തിൽ കെട്ടിപ്പടുത്തു. പിന്നെ എന്നാൽ തന്നെ അതിലേക്ക് തിരിയുമോ എന്ന് തോന്നിയപ്പോൾ തിരിയാൻ ഒരു നിവൃത്തിയില്ലാത്ത വിധം അതിനെ ഒരു ത്രികോണത്തിൽ അതിന്റെ ചുമരുണ്ടാക്കി. ഖബറിലേക്ക് ഒരു നിലക്കും തിരിയാൻ പറ്റൂല, ഖിബ്ലയാക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അങ്ങനെ ഉണ്ടാക്കി. അതിനുള്ള കാരണം ഖബറും ഖബറിന്റെ പരിസരവും പ്രത്യേകമായ ഇബാദത്തിന്റെ സ്ഥലമാക്കി തീർക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ العاشرة أنه قرن بين من اتخذها مسجدا وبين من تقوم عليهم الساعة فذكر الذريعة إلى الشرك قبل وقوعه مع خاتمته. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് രണ്ടും ഒരുപോലെയാണ് എന്ന് ചേർത്ത് പറഞ്ഞു. ആര്? ബൈന മൻ ഇത്തഖദഹാ മസ്ജിദൻ, ഖബറുകൾ, ഖബറിന്റെ പരിസരങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള സ്ഥലമായി സ്വീകരിക്കുന്നവർ, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആരുടെ കൂട്ടത്തിലാണ് ചേർത്ത് പറഞ്ഞത്? ബൈന മൻ തഖൂമു അലൈഹിമുസ് സാഅ, ഖിയാമത്ത് നാൾ ആരുടെ മേലാണോ സംഭവിക്കുന്നത്, അന്ന് ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ ആരാണോ അവരെയും ഇവരെയും ഒരുമിച്ചാണ് പറഞ്ഞത്. മനുഷ്യവിഭാഗങ്ങളിൽ ഏറ്റവും ശിറാർ അവര് നിൽക്കുമ്പോഴാണ്, ഏറ്റവും മോശപ്പെട്ട ആളുകൾ ഈ ഭൂലോകത്തുള്ളപ്പോഴാണ് അലൈഹിം തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുക. അവസാന കാലത്തെ ലക്ഷണങ്ങൾ പറയുന്നിടത്ത് ആസാറുകളിലും ഹദീസുകളിലും വന്നിട്ടുള്ളത് മഹ്ദിയുടെ വരവ്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ്, ദജ്ജാലിന്റെ പുറപ്പാട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ വലിയ ലക്ഷണങ്ങൾ. ദജ്ജാല് പുറപ്പെടും, ദജ്ജാല് പുറപ്പെടുന്നതിന് മുമ്പ് മഹ്ദിയുടെ വരവുണ്ടാകും, പിന്നെ ദജ്ജാല് വരും, പിന്നെ ദജ്ജാലിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈസാ അലൈഹിസ്സലാമിന്റെ നുസൂലുണ്ടാകും. അങ്ങനെ അതിനുശേഷം നല്ലൊരവസ്ഥ പിന്നീട് ഭൂലോകത്തുണ്ടാകും. ആ അവസ്ഥ പിന്നീട് പെട്ടെന്ന് അവസാനിക്കും. അങ്ങനെ ഈമാനുള്ള അവസാനത്തെ വ്യക്തിയെപ്പോലും ഈ ഭൂലോകത്ത് നിന്ന് അള്ളാഹു പിടിക്കും, ആരുമില്ലാത്തൊരവസ്ഥ വരും. അങ്ങനെ കഅബ പോലും തകർക്കപ്പെടും. കഅബയുടെ ഓരോ കല്ലുകളായിട്ട് ആരും ആ കഅബയെ ബഹുമാനിക്കാത്തൊരു കാലഘട്ടം വരുമ്പോൾ അനാദരിക്കപ്പെടാൻ വേണ്ടിയിട്ട് കഅബയെ അല്ലാഹു നിലനിർത്തില്ല, അത് കഅബ പൊളിക്കപ്പെടും. പിന്നെ അതിനുശേഷം ഖുർആൻ അത് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഏടുകളിൽ നിന്നും ഒരു രാത്രി കൊണ്ട് ഉയർത്തപ്പെടും. പിന്നെ അല്ലാഹ് എന്നൊന്ന് വിളിക്കാൻ പോലും ആരും അല്ലാഹ് എന്ന് പോലും വിളിക്കാത്ത അത്രയും നീചരിൽ നീചരായ ഒരു വിഭാഗം അവർ ഭൂലോകത്തുണ്ടാകും. വഅലൈഹിം തഖൂമുസ് സാഅ, അവരിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നാണ് ഹദീസിൽ ആസാറുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ആ നീചന്മാരുടെ കൂടെയാണ് ഇവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞിട്ടുള്ളത്.
ഖബറിന്റെ പരിസരത്തെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സ്ഥലമായി സ്വീകരിക്കുന്ന ആളുകളെ ആ നീചന്മാരുടെ കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. ആ ഹദീസിന്റെ ലഫ്ള് നോക്കൂ. ഹദീസിന്റെ ലഫ്ളില് ആ കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുള്ളത് ഇന്ന മിൻ ശിറാരിൻ നാസി മൻ തുദ്രികുഹും അസ്സാഅതു വഹും അഹ്യാ. ജനങ്ങളിൽ ഏറ്റവും നീചന്മാരായ ആളുകൾ ആരാണ്? മൻ തുദ്രികുഹും അസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നു, വഹും അഹ്യാ, അവർ ജീവിച്ചിരിക്കുമ്പോൾ. ആര് ജീവിച്ചിരിക്കുമ്പോഴാണോ ഖിയാമത്ത് നാൾ വരുന്നത് അവരേറ്റവും വൃത്തികെട്ടവരാണ്. അല്ലാഹ് എന്ന് പോലും അവരുടെ നാവ് കൊണ്ട് ഉച്ചരിക്കാത്തവരാണ്. അതുപോലെ തന്നെ അതേ പ്രകാരം നീചന്മാരാണ് വല്ലദീന യത്തഖിദൂനൽ ഖുബൂറ മസാജിദ്, ഖബറുകളെ ആരാധന ചെയ്യാൻ ഇബാദത്ത് ചെയ്യാനുള്ള സ്ഥലമായി സ്വീകരിക്കുന്ന ആളുകൾ. അത്ര പരസ്യമായി വ്യക്തമായി പറഞ്ഞിട്ടും നമ്മുടെ ആളുകൾ ഇബാദത്തിന് വേണ്ടി ഖബറുകൾക്ക് ബഹുമാനം നൽകാൻ വേണ്ടി അതിന്റെ പരിസരങ്ങളിലേക്ക് പോകുന്നു. അത് സിയാറത്ത് ടൂറ്, അങ്ങനെ കുറേ സംഗതികൾ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്ര അകന്നു പോയി ജനങ്ങൾ ദീനിൽ നിന്ന്. ഷിർക്ക്, അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കിലേക്ക് എത്തുന്ന വഴി ആദ്യം പറഞ്ഞു. ഏതാ ഷിർക്കിലേക്ക് എത്തുന്ന വഴി? ഒരു നല്ല മനുഷ്യൻ അല്ലെങ്കിൽ ഒരു നബി, ആ നബിയെ മറവ് ചെയ്തിരിക്കുന്ന സ്ഥലം, അവിടെ പോകുമ്പോൾ ആ ഖബറ് കാണുമ്പോൾ, ആ ഖബറിൽ അടക്കം ചെയ്യപ്പെട്ട നബിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാകും. ആ നബിയെക്കുറിച്ചും ആ നബിയുടെ ജീവിതത്തെക്കുറിച്ചും ഓർമ്മ വരും. ആ പ്രവാചകൻ ചെയ്തിരുന്ന ഇബാദത്തുകളും ഇബാദത്തുകളിൽ കാണിച്ചിരുന്ന ത്യാഗവും അത് നമ്മൾ അനുസ്മരിക്കും. അത് നമുക്കൊരു വലിയ പ്രചോദനമായിരിക്കും എന്ന് കരുതിയിട്ടാ പോകുന്നത്. പക്ഷെ പിന്നെ 1-2 തലമുറ കഴിയുമ്പോ ആ നബിനോട്, ആ ഖബറിൽ മറമാടപ്പെട്ട് കിടക്കുന്ന നബിയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കുന്ന, അല്ലെങ്കിൽ ആ നബിയെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നതിലേക്കെത്തും. പിന്നെ നബിയോട് തന്നെ ചോദിക്കുന്നതിലേക്കെത്തും. അതിനാൽ ശിർക്കിലേക്കെത്തുന്ന വഴിയാണിത്. ഖബല വുഖൂഇഹി, ആ ശിർക്ക് സംഭവിക്കുന്നതിന് മുമ്പ്, മാ ഖാതിമത്തിഹി, അതിന്റെ പര്യവസാനം പിന്നെ എങ്ങനെയായിരിക്കും, ആ നബിയോട് തന്നെ ദുആ ചെയ്യുന്നതിലേക്ക്, ആ നബിയെ തന്നെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് എത്തും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതായി മുൻകൂട്ടി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അൽ ഹാദിയത അശ്റ, 11ാമത്തെ മസ്അല, ദിക്റുഹു ഫീ ഖുത്ബത്തിഹി ഖബ്ല മൗതിഹി ബിഖംസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പ്രത്യേകം പറഞ്ഞു. ഫീ ഖുത്ബത്തിഹി, അവിടുന്ന് നടത്തിയിട്ടുള്ള ആ ലഘു പ്രഭാഷണത്തിൽ, ഖബ്ല മൗതിഹി ബിഖംസിൻ, ഐ ഖബ്ല മൗതിഹി ബിഖംസി ലയാൽ, അവിടുന്ന് മരണപ്പെടുന്നതിനും 5 ദിവസം മുമ്പ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരിക്കൽ റസൂലുള്ളാഹിക്ക് രോഗം പിടിപ്പെട്ട് കിടക്കുന്നതിനിടക്ക് അല്പം ആശ്വാസമുണ്ടാകുമ്പോൾ പള്ളിയിലേക്ക് റസൂലുള്ള വന്നു. തന്റെ സ്വഹാബിമാരിൽപ്പെട്ട 2 പേരുടെ ചുമലിൽ ഊന്നുകൊടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടിയിട്ടുള്ള തന്റെ അനുചരന്മാർക്ക് ഒരു ഉപദേശം നൽകി. തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവരെ പ്രത്യേകം ഉണർത്തി. ആ ഖുതുബയിൽ, അഥവാ അവിടുന്ന് ദേഹവിയോഗം, ഇഹലോകവാസം വെടിയുന്നതിന് മുമ്പ് 5 ദിവസം മാത്രമുള്ളപ്പോൾ ആ ദിവസത്തിലാണ് ആ ഖുതുബ നടത്തിയത്. ആ ഖുതുബയിൽ ഈ കാര്യം പറഞ്ഞു. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവരെ ശപിക്കാനുണ്ടായ കാരണം ശിർക്കിലേക്ക് വഴിതേർക്കുന്ന ഒരു കാര്യം അവർ തുടങ്ങി. എന്താണ് ആ ശിർക്കിലേക്ക് വഴിതേർക്കുന്ന കാര്യം? അത് അവരുടെ ഖബറിനെ ആരാധന ചെയ്യാനുള്ള സ്ഥലമാക്കി സ്വീകരിക്കുക എന്നുള്ളതാണ്. തുടക്കത്തിൽ അത് ശിർക്കല്ല, ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. ക്രമേണ അത് ശിർക്കിലേക്ക് എത്തുന്നു. ഈ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ പ്രസംഗത്തിൽ പ്രത്യേകം ഉണർത്തി. അതിലുണ്ട് അർറദ്ദു അല ത്വായിഫത്തൈനി അല്ലതൈനി ഹുമാ ശർറു അഹ്ലിൽ ബിദ്അ.
വ്യക്തമായ റദ്ദ് ഖണ്ഡനമുണ്ട് രണ്ടു കക്ഷികൾക്ക്. ആരാണ് ആ രണ്ട് കക്ഷികൾ? ഹുമ അശർറു അഹ്ലിൽ ബിദ്അ, ബിദ്അഈ കക്ഷികളിൽ ഏറ്റവും നികൃഷ്ടന്മാരായിട്ടുള്ള രണ്ട് കക്ഷികൾ അവരാണ്. ആരാണ് ആ രണ്ട് കക്ഷികൾ? ഒന്ന് ജഹ്മിയ്യ, മറ്റൊന്ന് അർ-റാഫിള. ഈ രണ്ട് കക്ഷികൾക്കുള്ള ഖണ്ഡനമുണ്ട്. ബൽ അഖ്റജഹും ബഅദു സലഫ്, എന്നല്ല ആ രണ്ടു കക്ഷികളെ സലഫുകളിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അഥവാ മുൻഗാമികളായിട്ടുള്ള അയിമ്മത്തുൽ ഇസ്ലാം അവരെ 72 കക്ഷിയിലും പെടുത്തിയിട്ടില്ല. ഇസ്ലാമിന്റെ പുറത്താണ്, കുഫാറുകളായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. ഇമാം അഹ്മദിനെ പോലെ അയിമ്മത്തുൽ ഇസ്ലാമിൽപ്പെട്ടിട്ടുള്ള ചിലര് ഈ രണ്ട് കക്ഷികളെയും ജഹ്മികളെയും റാഫിദുകളെയും ഇസ്ലാമിൽ നിന്ന് പിഴച്ചു പോയിട്ടുള്ള 72 കക്ഷിയുണ്ടല്ലോ, അവര് അഹ്ലുൽ ഖിബ്ലയാണ്, പക്ഷെ അവര് പിഴച്ചു പോയിട്ടുള്ളവരാണ്. ആ 72ലും പെടുത്തിയിട്ടില്ല, അതിന്റെയും പുറത്താണ്. അഥവാ ശരിക്കും അവര് കാഫിറുകളാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. റാഫിദത്തിനെ സംബന്ധിച്ച് സലഫു സ്വാലിഹുകളുടെ ഒരു വിഭാഗത്തിന്റെ ഖൗൽ അങ്ങനെ തന്നെയാണ്. എന്നാൽ ആ റാഫിദുകൾ, ഷിയാക്കളിലുള്ള ആ കടുത്ത തീവ്രവാദികളായ ആ റാഫിദുകൾ, ഒന്ന് ജഹ്മിയ്യത്ത് മറ്റൊന്ന് റാഫിദത്ത്. റാഫിദത്ത് ഷിയാക്കളിലുള്ള കടുത്ത ആ തീവ്രവാദികളാണ്. അപ്പൊ അവര് അറബിയിലും മക്കത്തും മദീനത്തും ഒക്കെ ഉണ്ടല്ലോ, ശരി. വലഹും സിമ്മത്തുൽ ഹാക്കിം, സിമ്മത്തുൽ ഇമാം, ഇമാം അവർക്കൊരു ദിമ്മത്ത് കൊടുത്തിട്ടുണ്ട്, ഭരണാധികാരി. ആ ദിമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അവിടെ നിൽക്കുന്നത്, ഇല്ലെങ്കിൽ അവർ കുഫാറുകളാണ്. അപ്പൊ സലഫിൽപ്പെട്ടിട്ടുള്ള ചില ആളുകൾ അവരെ 72 കക്ഷിയിലും പെടുത്തിയിട്ടില്ല, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വഹുമുർ റാഫിളത്തു വൽ ജഹ്മിയ്യ, റാഫിളുകളും ജഹ്മികളുമാണവർ. വബിസബബിർ റാഫിള, ഈ റാഫിളത്തിന്റെ തെറ്റായ നടപടികൾ കാരണമാണ് ഹദസ ശിർക്ക്, ഇസ്ലാമിൽ പിന്നീട് ശിർക്ക് രണ്ടാമത് കടന്നു വന്നത് അവരുടെ പ്രവർത്തനം മുഖേനയാണ്. വഇബാദത്തുൽ ഖുബൂർ, ശിർക്കിലെ ഇന്ന് മുസ്ലിങ്ങളിൽ വ്യാപകമായി കണ്ടുവരുന്ന രീതി, ഖബറുകളെ ആരാധിക്കുന്ന, ഖബറിൽ അടക്കം ചെയ്യപ്പെട്ട ആളുകളെ ആരാധിക്കുന്ന ആ തെറ്റ് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണം റാഫിളുകളാണ്. വഹും അവ്വലു മൻ ബന അലൈഹൽ മസാജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഅ്സത്തുണ്ടായതിനു ശേഷം അവിടുത്തെ ദഅവത്തും ഈ ലോകത്ത് അതിന്റെ വെളിച്ചം കിട്ടി, ജനങ്ങൾ സത്യത്തിൽ വന്ന ശേഷം പിന്നീട് ഈ തെറ്റിലേക്ക് പോയത് ഈ റാഫിദുകളുടെ പ്രവർത്തനം മുഖേനയാണ്. അവരാണ് ആദ്യമായി പിന്നീട് ഖബറിന്റെ മുകളിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ഗേഹങ്ങൾ, വീടുകൾ, മസാജിദുകൾ പണികഴിപ്പിച്ചിട്ടുള്ളത് റാഫിദുകളാണ്. അസ്സാനിയത്ത് അശ്റ, 12ാമത്തെ മസല, മാ ബുലിയ ബിഹി മിൻ ശിദ്ദത്തിൻ നസ്അ, മാ ബുലിയ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ശിദ്ദത്തിൻ നസ്അ. റസൂലുള്ളാഹ് ഈ പരീക്ഷണത്തിന് വിധേയനാണ്. ഏതൊരു മനുഷ്യനും ഇത് ഈ പരീക്ഷണം, ഈ പ്രയാസം അനുഭവിക്കുന്ന വേണം. ഏതാണത്? മിൻ ശിദ്ദത്തിൻ നസ്അ. നസ്അ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ദേഹത്തിൽ നിന്ന് ഊരിയെടുക്കുന്നതിനാണ് നസ്അ എന്ന് പറയുന്നത്. റൂഹ് പിടിക്കുന്ന ആ പ്രവൃത്തി, റൂഹ് ശരീരത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും അതിന്റെ സക്കറത്തുണ്ടാകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അതിൽ നിന്ന് മുക്തനല്ല. അല്ലാഹുമ്മ ഇന്ന ലിൽ മൗതി സക്കറാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ വേദന കണ്ടപ്പോൾ പുത്രിയായ ഫാത്തിമത്ത് റളിയല്ലാഹു തആല അൻഹ അവർ കരയാൻ തുടങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നത്തേക്ക് ശേഷം നിന്റെ ഉപ്പാക്ക് ഇനി ഒരു വേദന ഉണ്ടാവില്ല എന്ന് പറഞ്ഞ, ഇന്ന് ഉപ്പ മരിക്കുന്നു, ആ മരണസമയത്തുള്ള സക്കറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അതുകൊണ്ട് ആ വേദന, ആ സക്കറത്ത് അനുഭവിക്കാൻ കടപ്പെട്ടവനാണ് എന്നുള്ളതുമായ കാര്യം. ആ വേദന കാരണത്താലാണ് വസ്ത്രം, ഒരു പുതപ്പ് മുഖത്തേക്ക് വലിച്ചിട്ടിരുന്നതും അത് ഇടയ്ക്ക് മുഖത്ത് നിന്ന് മാറ്റിയിരുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അൽ മസ്അലത്തു സാലിസത അശറ, 13ാമത്തെ മസ്അല, മാ ഉക്രിമ ബിഹി മിനൽ ഖുല്ല, റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകിയിട്ടുള്ള തക്രീം, ആദരവ്. മിനൽ ഖുല്ല, ഖുല്ലത്ത് എന്ന പദവി കൊടുത്തിട്ടുണ്ട്.
മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുള്ള അമ്പിയാക്കന്മാരിൽ ഓരോ പ്രവാചകനും ഓരോ സവിശേഷത അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത സവിശേഷതകളൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഉലുൽ അസ്മിൽപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാരിൽ ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യം, ഉദാഹരണമായി ഇബ്രാഹിം നബിക്ക് അള്ളാഹു ഖുല്ലത്ത് നൽകി. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. അള്ളാഹു പറഞ്ഞു ഇബ്രാഹീമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖലീലായി സ്വീകരിച്ചു. ഖുല്ലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിലേക്ക് ശരിക്കങ്ങോട്ട് ഇറങ്ങുന്ന, ഹൃദയത്തിന്റെ എല്ലാ സ്ഥലത്തും വ്യാപിച്ച് നിറഞ്ഞു കിടക്കുന്ന ആ സ്നേഹത്തിനാണ് ഖുല്ലത്ത് എന്ന് പറയാം. സാധാരണ സ്നേഹത്തെ ആദ്യം മഹബ്ബത്ത് എന്ന് പറയും. ആ മഹബ്ബത്തിനേക്കാളും കുറച്ചുകൂടി തീവ്രവും കുറച്ചുകൂടി പരിശുദ്ധവുമായ കടുത്ത സ്നേഹമാണ് മവദ്ദത്ത്. മഹബ്ബത്തിനേക്കാളും മീതയാണ് മവദ്ദ. ആ മവദ്ദത്തിനേക്കാളും മുകളിലുള്ളതാണ്, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഏറ്റവും പൂർണ്ണമായ സ്നേഹമാണ് ഖുല്ല എന്ന് പറയുന്നത്. സ്നേഹത്തെ ഇങ്ങനെ മൂന്നാക്കിയിട്ടാണ് വിഭജിക്കാറുള്ളത്. വിഭജിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആയത്തുകളിലും ഹദീസിലെ അൽഫാളുകളിലും വന്നിട്ടുള്ള ഈ മഹബ്ബത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് വന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള അതിന്റെ മറാത്തിബുകൾ, അത് വിശദീകരിച്ചിട്ടുള്ള ആസാറുകൾ വെച്ചുകൊണ്ട് ഇസ്തിഖ്റാ നടത്തിയ ഉലമാക്കൾ പറയാ സ്നേഹം 3 തരമാണ്. മഹബ്ബ, അത് അള്ളാഹുവിനെ അനുസരിക്കുന്ന എല്ലാ അവന്റെ ഇബാദത്തുകൾക്കും അള്ളാഹ് കൊടുക്കുന്ന കാര്യമാണ്. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹ് കൊടുക്കുന്നത് മഹബ്ബത്താണ്. എന്നാൽ മുഅ്മിനീങ്ങളിൽ നിന്ന് തന്നെ വലിയായി അള്ളാഹുവിന് ധാരാളമായി വെളിപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്നത് അതിന്റെ മുകളിലുള്ള സ്നേഹമാണ്, കുറച്ചും കൂടി മീതെ. അത് മവദ്ദത്താണ്. അത് അമ്പിയാക്കന്മാര്, ഔലിയാക്കന്മാര് പോലുള്ള അള്ളാഹ് തെരഞ്ഞെടുത്തിട്ടുള്ള മുസ്തഫയിനുള്ള ഖിയാർ, അവരുടെ ദർജയാണ് മവദ്ദത്ത്. അവരിൽ നിന്ന് തന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുള്ള ഇബ്രാഹിം നബിക്ക് അള്ളാഹ് കൊടുത്തു. കാരണം ഇബ്രാഹിം നബിയെ അള്ളാഹ് പരീക്ഷിച്ചു നോക്കി. ഏതെല്ലാം ഘട്ടങ്ങളിൽ ഏതെല്ലാം അഗ്നി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയപ്പോഴും അതിലെല്ലാം ഇബ്രാഹിം നബി അത് പൂർത്തീകരിച്ചുകൊണ്ട് വിജയിച്ച് രംഗത്ത് വരികയാണ് ചെയ്തത്. വഇദ്ബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ. ഇബ്രാഹിമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ റബ്ബ് പരീക്ഷിച്ചു. ഒരുപാട് വചനങ്ങളിലൂടെ പല കാര്യങ്ങളും പറഞ്ഞ് പരീക്ഷിച്ചു നോക്കി. ഫഅതമ്മഹുൻ. ഇബ്രാഹിം നബി ആ പരീക്ഷണങ്ങളെല്ലാം വിജയകരമായി പൂർത്തീകരിച്ചു. ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. അപ്പോഴാണ് അല്ലാഹു ഇബ്രാഹിം നബിയോട് പറയുന്നത്, നിന്നെ ഞാൻ ലോകത്തിന്റെ ഇമാമാക്കാൻ പോവുകയാണ്. ആ പരീക്ഷണങ്ങളെല്ലാം വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ ഫലമായിട്ടാണ് മലക്കൂത്ത് കാണിച്ചു കൊടുത്തത്. വകദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ്. ആ പരീക്ഷണങ്ങളെല്ലാം യാതൊരു തരത്തിലും ഇബ്രാഹിം നബിയോട് അള്ളൊരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞനുസരിച്ചു. എന്ത്, എങ്ങനെ, ഒന്നുമില്ല. അസ്ലിം ഖാല അസ്ലം ലിറബ്ബിൽ ആലമീൻ. എവിടെയെങ്കിലും എന്തിന്, എങ്ങനെ, അങ്ങനെ ഒരു തിരിച്ചൊരു ചോദ്യമില്ലാത്ത ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അത് അങ്ങനെ ഇബ്രാഹിം നബി അങ്ങനെയുള്ള ഇസ്ലാമും ഇസ്തിസ്ലാമും കാണിച്ചു എന്ന് മാത്രമല്ല, വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയഅഖൂബ്. അതാണ് ഇബ്രാഹിം നബി തന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളത്. അതാണ് ഇബ്രാഹിം നബി ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോ അള്ളാഹ് ഇബ്രാഹിം നബിയെ പ്രത്യേകമായ ഹുല്ലത്ത്, മുസ്തഫയിലുള്ള ഖിയാറുകളായിട്ടുള്ള അമ്പിയാക്കൾക്ക് കിട്ടാത്ത അതിവിശിഷ്ടമായ ആ സ്നേഹം ഇബ്രാഹിം നബിക്ക് കൊടുത്തു, ഹുല്ലത്ത് കൊടുത്തു. ആ ഹുല്ലത്ത് ആർക്ക് കൊടുത്തു? മുഹമ്മദ് നബിക്കും കൊടുത്തു. അതാണ് ഹദീസിൽ നമ്മൾ വായിച്ച ഹദീസിൽ പറഞ്ഞത്, ഇബ്രാഹിം നബിയെ ഖലീലായി സ്വീകരിച്ചിട്ടുള്ളതുപോലെ, ഇബ്രാഹിം നബിക്ക് ഹുല്ലത്ത് നൽകിയിട്ടുള്ളതുപോലെ അള്ളാഹു എനിക്കും ഹുല്ലത്ത് നൽകിയിട്ടുണ്ട്.
അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി ഉലുൽ അസ്മിൽപ്പെട്ട മറ്റൊരു പ്രവാചകനാണ് മൂസാ നബി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നേർക്ക് നേരെ സംഭാഷണം നടത്തി. അതുകൊണ്ടാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം എന്ന് പറയുന്നത്. വകല്ലമല്ലാഹു മൂസ തക്ലീമാ. സൂറത്തുൻ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു മൂസ അലൈഹിസ്സലാമിനോട് നേർക്കുനേർ സംഭാഷണം നടത്തുകയുണ്ടായി. അത് ആ തക്രീമ്, ആ ദറജ, ആ സവിശേഷത മുഹമ്മദ് നബിക്ക് കൊടുത്തു. മിഅ്റാജിന്റെ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നേർക്കുനേർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചു. അല്ലാഹ് ഇങ്ങോട്ട് സംസാരിച്ചു, മുഹമ്മദ് നബി അങ്ങോട്ട് സംസാരിച്ചു. ഇങ്ങനെ മുൻകാല പ്രവാചകന്മാരിൽപ്പെട്ട ഏറ്റവും ഉത്തമരും ഏറ്റവും ശ്രേഷ്ഠരുമായ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരിൽ ചിലർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അതിവിശിഷ്ടമായ പ്രത്യേകതകൾ, സവിശേഷതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മുഹമ്മദ് നബിക്കും കൊടുത്തു. അതിൽപ്പെട്ടതാണ് ഹുല്ലത്ത്. ഹുല്ലത്ത് ഇബ്രാഹിം നബിക്ക് മാത്രം കൊടുത്ത കാര്യമാണ്, അത് മുഹമ്മദ് നബിക്കും കൊടുത്തു. എന്ന് മാത്രമല്ല, അൽ മസ്അലത്തു റാബിഅത അശറ, 14ാമത്തെ മസ്അലയിൽ അത്തസ്രീഹു ബിഅന്നഹ അഅ്ലാ മിനൽ മഹബ്ബ. സൂഫികൾ പറയുന്നത് പോലെ അല്ല കാര്യം. സൂഫികളായ ആളുകൾ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാറുണ്ട്, ഖുല്ലത്ത് താഴെയും മഹബ്ബത്ത് മീതയുമാണ് എന്ന്. ഇബ്രാഹിം നബി ഖലീലാണ്, മുഹമ്മദ് നബി ഹബീബാണ്. ഇബ്രാഹിം നബിയേക്കാൾ ഉന്നതമായ പദവിയാണ് മുഹമ്മദ് നബിക്ക് കിട്ടിയിട്ടുള്ളത്. അതിനാൽ മഹബ്ബത്ത് ഖുല്ലത്തിനേക്കാളും മീതയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അത് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ഒട്ടനവധി നുസൂസുകളുടെ താൽപര്യങ്ങൾക്കെതിരാണ്. അത് വസ്തുതക്ക് നിരക്കാത്തതാണ്. അത്തസ്രീഹ് ഈ ഹദീസിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ബിഅന്നഹ അഅ്ലാ മിനൽ മഹബ്ബ. ഖുല്ലത്ത് എന്ന് പറയുന്നത് മഹബ്ബത്തിനേക്കാളും മീതയുള്ള ഉന്നതമായ പദവിയാണ്. കാരണം മഹബ്ബത്താണെങ്കിൽ അത് എല്ലാവർക്കും എല്ലാവരുമായിട്ടും ആകാവുന്നതാണ്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിനെ സ്നേഹിക്കണം. മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നു. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്നത് മഹബ്ബത്താണ്. ആ മഹബ്ബത്തിനേക്കാളും എത്രയോ മീതയാണ് മവദ്ദ, മവദ്ദത്തിനേക്കാളും എത്രയോ മീതയാണ് ഹുല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു മുഹമ്മദ് നബിക്ക് ഹുല്ലത്ത് നൽകിയത് കൊണ്ട് ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെയും എനിക്ക് ഖലീലായി സ്വീകരിക്കുക സാധ്യമല്ല. വലൗ കുന്തു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീലൻ ലത്തഖൽതു അബൂബക്കറിൻ ഖലീല എന്ന് പോലും പറഞ്ഞു. പിന്നെ അൽ ഖാമിസത അശ്റ, 15ാമത്തെ മസ്അല അത്തസ്രീഹു ബിഅന്ന സിദ്ദീഖ അഫ്ളലു സ്വഹാബ. ഈ ഹദീസിൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹമാണ് സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് എന്ന കാര്യം ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞത്താണ് അബൂബക്കർ. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് അബ്ദുല്ലാഹ് ഇബ്നു ഉസ്മാൻ ഇബ്നു ആമിർ ഇബ്നു അംർ ഇബ്നു കഅബ് ഇബ്നു സഅദ് ഇബ്നു തമീം ഇബ്നു മുറ അസ്-സിദ്ദീഖുൽ അക്ബർ ഖലീഫത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ഇബ്നു ഉസ്മാൻ എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബൂ ഖുഹാഫ, സഹാബിയാണ്. മക്ക വിജയത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ കൊണ്ടുവന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്. അൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അബൂ ഖുഹാഫയുടെ പേര് ഉസ്മാൻ എന്നാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ ശരിയായ പേര് അബ്ദുള്ള എന്നുമാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ. അദ്ദേഹമാണ് അഫ്ളലുൽ ഉമ്മത്തി ബഅദ നബിയിഹാ. ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കറാണ്. ثم عمر ثم عثمان ثم علي ثم بقية العشرة المبشرين بالجنة. അഹ്ലുസുന്നയുടെ അഖീദ അതാണ്. ആദ്യ അബൂബക്കർ, പിന്നെ ഉമർ, പിന്നെ ഉസ്മാൻ, പിന്നെ അലി, പിന്നെ അശറത്തുൽ മുബശ്ശരീങ്ങളിൽ പെട്ടിട്ടുള്ള 6 പേര്. അത് കഴിഞ്ഞാൽ പിന്നെ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ,
ബദറിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ, അൻസാറുകൾ, മുഹാജിറുകൾ, ഇങ്ങനെ പോകുന്നു അതിന്റെ ക്രമം. ഒരു സാഴത്തെങ്കിലും റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള, മുഅ്മിനായി കണ്ടുമുട്ടിയിട്ടുള്ള വ്യക്തി, അയാൾ താബിഈങ്ങളിൽ ഏറ്റവും പൂർണ്ണനായ താബിഈയെക്കാളും മീതയാണ്. താബിഈ വര്യന്മാരിൽ ഒന്നാമത്തെ ആൾ, ഏറ്റവും പൂർണ്ണനായ, ഏറ്റവും ശ്രേഷ്ഠനായ താബിഈ വര്യൻ പോലും ജീവിതത്തിൽ ഒരു സാഴത്ത് മാത്രം റസൂലുള്ളാഹിനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ആ കണ്ടുമുട്ടിയ ആളുടെ പദവിക്ക് താഴെയായിരിക്കും. റസൂലുള്ളാഹിയുമായിട്ടുള്ള ആ കണ്ടുമുട്ടൽ, ആ സുഹബത്ത്, അത് അത്രമേൽ പുണ്യം നൽകുന്ന, അത്രമേൽ പരലോകത്ത് നമുക്ക് പരലോകത്ത് അതിന്റെ ആളുകൾക്ക് ഫളലുണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണ്. മൊത്തം സഹാബത്തിന്റെ കൂട്ടത്തിലല്ല, മൊത്തം ഉമ്മത്തിന്റെ കൂട്ടത്തിൽ നബി കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി അബൂബക്കർ സിദ്ദീഖാണ്. അത് ഈ ഹദീസിൽ വളരെ വ്യക്തമാണ്. വലൗ കുന്തു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീലൻ ലത്തഖൽതു അബൂബക്കറിൻ ഖലീല എന്നുള്ള വചനത്തിൽ അത് വളരെ വ്യക്തമാണ്. അതിനുശേഷം പിന്നെ പറയുന്നു അവസാനത്തെ മസ്അല അൽ ഇശാറത്തു ഇലാ ഖിലാഫത്തിഹി. അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായത് 2-3 തരത്തിലാണ്. അബൂബക്കർ സിദ്ദീഖ് ഖലീഫയാണ് എന്നുള്ളത് നസ്സായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. അത് നസ്സുൽ തസ്രീഹുണ്ടാകാം, തെൽമീഹുണ്ടാകാം. പക്ഷേ ഈ നസ്സുകൾ പരിശോധിച്ചാൽ തെൽമീഹാണ്, അഥവാ പരോക്ഷമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖിനെ നിങ്ങൾ ഖലീഫയായി തെരഞ്ഞെടുക്കുവീൻ എന്ന വാക്കില്ല, ബാക്കിയൊക്കെ ഉണ്ട്. ഈ വാക്കിൽ തന്നെ ആ സൂചനയുണ്ട്. പിന്നെ നമസ്കാരത്തിന് ഇമാമ് നിർത്തിയത്, അതിലത് സൂചനയുണ്ട്. അപ്പോൾ ചിലര് അഭിപ്രായം പറഞ്ഞു അദ്ദേഹം കരിയാണ് എന്ന് പറഞ്ഞിട്ട് ഉമർ ഖത്താബിന് ഒരു നേരത്തെ ഇമാമ് നിർത്തി. ആ സംഭവം റസൂലുള്ളാഹി കേട്ടപ്പോൾ അതിന് കോപിച്ചു. റസൂലുള്ളാഹിന്റെ പത്നിമാരിൽപ്പെട്ടിട്ടുള്ള ചില ആളുകൾ അബൂബക്കർ സിദ്ദീഖിനെ മാറ്റി വേറെ ചിലരെ ഉമർ ഖത്താബിനെയൊക്കെ ഇമാമാക്കാൻ വേണ്ടി ശുപാർശ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി അവരോട് അല്പം പരിഭവപ്പെട്ടു. ഇന്നകുന്ന സ്വവാഹിബു യൂസുഫ് മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്. വിട്ടുവീഴ്ചയില്ലാത്ത കൽപ്പന നൽകി ആജ്ഞാപിക്കണം, ഇതെന്റെ ആജ്ഞയാണ്. അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമെന്ന് നമസ്കരിക്കാൻ മറ്റൊരാളെ പറ്റില്ല. ഇങ്ങനെ തെൽമീഹായിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നു. അങ്ങനെ നസ്സിലുള്ള പരോക്ഷമായ നസ്സുകൾ അബൂബക്കർ സിദ്ദീഖ് ഖലീഫയാണ് എന്നതിലേക്കുള്ള തെളിവായിട്ടുണ്ട്. പിന്നെയോ ഇജ്മാഉ സ്വഹാബത്തിൽ കിറാം റളിയല്ലാഹു അൻഹും, സ്വഹാബത്തിന്റെ ഇജ്മാ ഉണ്ട്. അതിനാൽ നസ്സുകൊണ്ടും ഇജ്മാ കൊണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അബൂബക്കർ സിദ്ദീഖ്. ഇതേ സ്ഥിതി തന്നെയാണ് ഉമർ ഖത്താബിന്റെ കാര്യത്തിലുള്ളത്. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാര്യത്തിലാണെങ്കിൽ മുശാവറയും ഇജ്മാഉം ഉണ്ട്. അലി ബിൻ അബി ത്വാലിബിന്റെ കാര്യത്തിലാണെങ്കിൽ ഇജ്മാഉ സ്വഹാബത്തുണ്ട്. പിന്നീട് ഓരോരുത്തരും തെരഞ്ഞെടുത്തിട്ടുള്ള രൂപമാണ്. 5 രൂപത്തിൽ ഖലീഫമാരെ തെരഞ്ഞെടുക്കാം. ഏത് രൂപത്തിൽ വന്നാലും ഭരണാധികാരി മുത്തമക്കിനായി കഴിഞ്ഞാൽ അയാൾ പറഞ്ഞ അയാളുടെ കീഴിൽ നിന്നോളണം, അതാണ് വേറെ കാര്യം. പോട്ടെ. ഇങ്ങനെ 16 മസ്അലകളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത അധ്യായം ബാബു മാ ജാഅ അന്നൽ ഗുലൂവ ഫീ ഖുബൂരി സ്സാലിഹീൻ യുസയ്യിറുഹാ ഔസാനൻ തുഅബദു മിൻ ദൂനില്ലാഹ്. 20ാമത്തെ അധ്യായം. മാ ജാഅ വന്നിട്ടുള്ള തെളിവുകൾ, ആസാറുകൾ. അന്നൽ ഗുലൂവ ഫീ ഖുബൂരി സ്സാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ ഖബറിന്റെ കാര്യത്തിൽ അതിരു കവിഞ്ഞാൽ, ഒരു ഖബറിനോട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു ഖബറിന് ആദരവ് കൽപ്പിച്ചുകൊണ്ട് ഗുലുവ് അതിര് കവിഞ്ഞാൽ യുസയ്യിറുഹ, ആ ഗുലുവ് ആ ഖബറിനെ ഖബർ എന്ന സ്ഥാനത്ത് നിന്ന് ഔസാനൻ, അത് വിഗ്രഹമാക്കി മാറ്റും. തുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി തീർക്കും. ഖബർ വിഗ്രഹമാകും. വിഗ്രഹം വസന് 2 രൂപത്തിലാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ രൂപത്തിൽ വെട്ടിയുണ്ടാക്കിയ, ചെത്തിയുണ്ടാക്കിയിട്ടുള്ള അതിന് നമ്മൾ സ്വനമുൻ എന്നാണ് പറയാം.
സ്വനമ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ രൂപത്തിൽ വെട്ടിയുണ്ടാക്കിയതാണെങ്കിൽ അത് സ്വനമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ രൂപത്തിൽ വെട്ടിയുണ്ടാക്കാതെ അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന ഏതൊരു വസന് എന്നാണ് പറയാ. അറബിയിൽ ഇങ്ങനെ രണ്ട് വാക്കുകളുണ്ട്. എല്ലാ സ്വനമുകളും വസനായിരിക്കും, എല്ലാ വസനുകളും സ്വനമായിരിക്കില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു മോതിരണ്ട്. ആ മോതിരം ഇന്ന പ്രവാചകൻ ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ മോതിരത്തെ ചില ആൾക്കാരിങ്ങനെ ബഹുമാനിച്ചിട്ട് ആ മോതിരത്തിന്റെ മുന്നിലെത്തുമ്പോ കണ്ണു ചെമ്മി തലകുനിച്ച് ആ മോതിരത്തോട് തന്റെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞുവെങ്കിൽ ആ മോതിരം അത് വസനാണ്, ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാണ്. ഒരു കല്ല് കൊണ്ടോ മരം കൊണ്ടോ അതുപോലുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹം കൊണ്ടോ നമ്മളൊരു മഹാന്റെ രൂപം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഫോട്ടോ എടുത്തു വെച്ചു, എന്നിട്ട് അതിനെ നമ്മൾ അതിന് ചുറ്റൊരു മാലൊക്കെ ചാർത്തി വെളിച്ചൊക്കെ കത്തിച്ചു, അതിന്റെ മുന്നിൽ പോയി ഇങ്ങനെ നിന്നു. നമ്മുടെ മനസ്സിന്റെ ആരാധനാഭാവം അതിലേക്കൊഴുകി. അത് ഒരു വസന് മാത്രമല്ല, അതൊരു സ്വനമു കൂടിയാണ്. കാരണം ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ രൂപം അതിൽ പ്രകടമാണ്. ആരാധിക്കപ്പെടുന്ന വ്യക്തിയുടെ രൂപം പ്രകടമായി രൂപീകരിക്കപ്പെട്ടാൽ അത് സ്വനമും. അങ്ങനെ പ്രകടമായ ഒരു ആരാധ്യന്റെ രൂപമില്ലാത്തതാണെങ്കിൽ അതിന് വസനും എന്നും പറയും. ഖബറുകൾ വസനായിത്തീരും, സ്വനമായിത്തീരൂല. എപ്പോഴാണ് ഖബർ വസനായിത്തീരുന്നത്? ഒരു ഖബറിനോട് കാണിക്കേണ്ട ബഹുമാനമല്ലാതെ അതിനപ്പുറത്തേക്ക് ഉരുമ്പ് കാണിച്ച് അതിനെ വന്ദിക്കാൻ തുടങ്ങിയാൽ ആ നിമിഷം മുതൽ ആ ഖബർ ഖബറല്ല, അത് വസനാണ്, അത് വിഗ്രഹത്തിന്റെ ദർജയിലേക്ക് പോയി. അതാണ് ഹെഡിങ്. ബാബു മാ ജാഅ അന്നൽ ഗുലുവ ഫീ ഖുബൂരി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളുടെ ഖബറിനെ ആദരിക്കല്ല, ഗുലുവ് കാണിക്കുകയാണ്. അതിര് കവിഞ്ഞിട്ട് അതിനെ വന്ദിക്കുകയാണെങ്കിൽ ആ ഗുലുവ് കാണിക്കൽ അതിര് കവിച്ചിൽ യുസയ്യിറുഹ, ആ ഖബറിനെ ആക്കി തീർക്കുന്നു. ഔസാനൻ, വിഗ്രഹങ്ങളാക്കി മാറ്റുകയാണ്. തുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി തീർക്കും. റവാ മാലികുൻ ഫിൽ മുവത്ത, ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആരാണ് ഇമാം മാലിക്? ഇമാമു ദാരിൽ ഹിജ്റ, മദീനയിലെ ഇമാമാണ്. മാലിക് ബിൻ അനസ് ബിൻ മാലിക് ബിൻ അബി ആമിർ ഇബ്നു അംർ അൽ അസ്ബഹി അബു അബ്ദുല്ലാ അൽ മദനി, ഇമാമു ദാരിൽ ഹിജ്റ, വഅഹദുൽ അഇമ്മത്തിൽ അർബഅ, വഅഹദുൽ മുത്തഖിനീൻ ലിൽ ഹദീസ്. ഫിഖ്ഹിലും ഹദീസിലും അദ്ദേഹത്തെ പോലെ വേറൊരു ഇമാമില്ല. അതുകൊണ്ട് തന്നെ അമീറുൽ മുഅ്മിനീന ഫിൽ ഫിഖ്ഹി വൽ ഹദീസ് അബു അബ്ദുല്ലാ അൽ ബുഖാരി റഹിമഹുല്ലാഹ്, ഇമാം മാലിക്കിന്റെ സനദിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം അസഹുൽ അസാനീദ്, സനദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സനദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഉദ്ധരണികളുടെ സനദിൽ ഏറ്റവും പ്രബലമായ സനദ് ആരുടെ സനദാണ്? ഇമാം മാലിക് നാഫിഇൽ നിന്നും നാഫിഇ ഇബ്നു ഉമറിൽ നിന്നും ഉദ്ധരിക്കുന്ന സനദുണ്ട്. അങ്ങനെ ഒരു കാര്യം വന്നാൽ ആ സനദാണ് അസഹുൽ അസാനീദ് എന്ന് ഇമാം ബുഖാരി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. റസൂലുള്ളാഹിന്റെ സ്വഹാബി വര്യനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തബിഉസ് സുന്ന. ഇബ്നു ഉമറിൽ നിന്ന് കേൾക്കുന്നു നാഫിഇൽ നിന്ന് കേൾക്കുന്നു ഇമാം മാലിക്. ഒക്കെ ജിബാലികളാണ്. അതുകൊണ്ട് തന്നെ ഈ പരമ്പരക്ക് പറയും അസഹുൽ അസാനീദ്. അത് ഈ വിഷയത്തിൽ പറയാൻ യോഗ്യനായ ഏറ്റവും വലിയ ഇമാമുൽ ഫിഖ്ഹി വൽ ഹദീസ് അബു അബ്ദുല്ലാ അൽ ബുഖാരി, അദ്ദേഹമാണ് ഈ സനദിന് അസഹുൽ അസാനീദ് എന്ന് പേര് കൊടുത്തത്. ഇമാമു ദാരിൽ ഹിജ്റ അദ്ദേഹം എഴുതിയിട്ടുള്ള മുവത്ത, ആ മുവത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിക്കി മദ്ഹബിന്റെ ആധാര ഗ്രന്ഥമായി പരിഗണിക്കുന്നു എന്നത് മാത്രമല്ല, അത് ഹദീസിന്റെ ഏറ്റവും പ്രാമാണികമായ ഒരു സോഴ്സാണ്. ഹദീസിലെ ഏറ്റവും പ്രാമാണികമായിട്ടുള്ള ഒരു സോഴ്സാണ്. അത്
എല്ലാവരുടെയും മേൽ നിയമമാക്കാൻ വേണ്ടിയിട്ട് ചില ഭരണാധികാരികൾ അദ്ദേഹത്തിന്റെ കാലത്ത് ശ്രമിച്ചു. ഇമാം മാലിക് അതിന് സമ്മതിച്ചില്ല. കാരണം ഹദീസുകൾ ശേഖരിക്കുക, ക്രോഡീകരിക്കുക എന്നുള്ളത് ജുഹദ് ബശരി, അത് മനുഷ്യന്റെ പ്രവർത്തനമാണ്. മനുഷ്യന്റെ പ്രവർത്തനത്തിൽ കുറവുകളുണ്ടാവും. അതിനാൽ തനിക്ക് കിട്ടാത്ത കാര്യം വേറെ ചില സുന്നത്തുകൾ ബാക്കിയുണ്ടാകും എന്ന് ആ മഹാനായ ഇമാമിനറിയാം. ഉണ്ട് താൻ. ഇമാം മാലിക്കിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില റിവായത്തുകളുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അദ്ദേഹം അത് സ്വീകരിക്കുകയും ആദ്യത്തെ അഭിപ്രായം അത് തിരുത്തുകയും ചെയ്ത സംഭവങ്ങൾ ധാരാളമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, വുളു ഉണ്ടാക്കുന്ന സമയത്ത് ചെറുവിരലുകൊണ്ട് കാലിന്റെ വിരലുകൾക്കിടയിൽ അകറ്റി ഇങ്ങനെ കഴുകുന്നത് അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. ഇമാം മാലിക്കിന് ആ വിഷയത്തിൽ റിവായത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞില്ല, അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ വിഷയത്തിൽ ഇമാം മാലിക്കിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖബർ വന്നിട്ടില്ലാത്തതിനാൽ അദ്ദേഹം അത് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞു. സദസ്സിലൊരാൾ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിലൊരാൾ ഈ വിഷയത്തിൽ റിവായത്ത് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ആളുകൾ പോയി കഴിഞ്ഞപ്പോ സദസ്സ് നിന്ന് പിരിഞ്ഞു. ഫലമ്മ ഖഫൽ ഖൗം, സദസ്സ് വളരെ ആളുകളൊക്കെ പോയി, കുറച്ചാളുകൾ മാത്രമായപ്പോൾ ഇവല്ല ഇമാം മാലിക്കിനോട് ഉണർത്തി, ആ വിഷയത്തിൽ എന്റെ അടുക്കൽ ഒരു റിവായത്തുണ്ട്, എന്നിട്ട് അതിന്റെ സനദ്, നബിയിലേക്ക് എത്തുന്ന സനദ് എന്നോട് ഇന്നാള്, അയാൾക്ക് ഇന്നാളിൽ നിന്ന് ഇങ്ങനെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചെറുവിരലുകൾ കൊണ്ട് കാൽ വിരലുകൾക്കിടയിൽ അകറ്റിയിട്ട് കഴുകാറുണ്ട് എന്നുള്ള റിവായത്ത് കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനത് കേട്ടിട്ടില്ല, എനിക്ക് ഈ ഖബർ കിട്ടിയിട്ടില്ല. പിന്നെ അതിന് ശേഷം ഇമാം മാലിക്കിനോട് ഈ കാര്യം മാറി ചോദിച്ചാലും അങ്ങനെ കഴുകണമെന്നും ഈ റിവായത്ത് ഉദ്ധരിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകും. ഇത് പ്രത്യേകിച്ച് ഞാൻ ഉണർത്താനുള്ള ഒരു കാരണം, നമ്മുടെ ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പ്രത്യേകിച്ച് ജമാഅത്ത് തബ്ലീഗിന്റെ ആളുകൾ ഉയർത്തിവിടുന്ന, അവരിളക്കിവിടുന്ന ഒരു ശുബ്ഹത്തിന്റെ ഭാഗമാണത്. മുഹദ്ദിസീങ്ങളുടെ മുമ്പാണ് ഫുഖഹാക്കൾ. അവർ പറയാം അങ്ങനെയാണ്. ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അബൂ ഹനീഫ, ഇമാം അഹ്മദ്, ഫുഖഹാക്കളായിട്ടുള്ള ഈ ഇമാമീങ്ങൾ അവര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താബിഈങ്ങളാണ്. അവരുടെ ശേഷം വന്നിട്ടുള്ള തലമുറയിൽ താബിഈങ്ങളിൽ പെട്ടിട്ടുള്ള മുഹദ്ദിസീങ്ങൾ, ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, നസായി പോലുള്ള ആളുകൾ, ഇങ്ങനെ പറയുമ്പോ അവര് ശേഷമാണല്ലോ ഹദീസിന്റെ ആൾക്കാർ വന്നത്. അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ അവര് മുമ്പുള്ളവർ പറഞ്ഞാൽ അതിനല്ലേ മുൻഗണന കൊടുക്കേണ്ടത് എന്ന് പറയും. മൂന്നാം തലമുറയിൽപ്പെട്ടിട്ടുള്ള മുഹദ്ദിസുകളെക്കാൾ രണ്ടാം തലമുറയിൽപ്പെട്ടിട്ടുള്ള ഫുഖഹാക്കൾക്ക് മുൻഗണന കൊടുക്കണം. പോരാ, മൂന്നാം തലമുറയിലും രണ്ടാം തലമുറയിലുമുള്ള മുഹദ്ദിസീങ്ങളും ഫുഖഹാക്കളും ഒരുപോലെ സ്വീകരിക്കേണ്ടത് ഒന്നാം തലമുറയിൽപ്പെട്ടിട്ടുള്ള സഹാബത്ത് പറഞ്ഞതാണ്. ആ സഹാബത്ത് പറഞ്ഞത് രണ്ടാം തലമുറക്കാർക്ക് കിട്ടിയാൽ അവർ സ്വീകരിക്കണം. രണ്ടാം തലമുറക്കാരിൽ ചിലർക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും നഷ്ടപ്പെടൂല. ഒരാൾ കിട്ടിയില്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടും. അത് മൂന്നാം തലമുറക്കാരുടെ കാലത്താണ് ക്രോഡീകരിച്ചത് എങ്കിലും അത് തള്ളാനൊരു നിവൃത്തിയില്ല. ഇപ്പൊ ഇമാം മാലിക് ഈ പറഞ്ഞ 4 മദ്ഹബിന്റെ 4 ഇമാമിയങ്ങളിൽ ഏറ്റവും പഴയ ആളാണ്. അദ്ദേഹത്തിന്റെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ഒരു ഹദീസ് സഹീഹായി വന്ന അതാണ് എന്റെ മദ്ഹബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വെല്ലുവിളിയാണ്. അങ്ങനെ ഒരു മദ്ഹബൊന്നും, ഒരു ഹദീസും സഹീഹായി വരട്ടെ, അങ്ങനൊന്നും വരൂല, എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വെല്ലുവിളിയായിട്ടാണ് ഇതിനെ ചിലർ വ്യാഖ്യാനിക്കുക. അല്ല, ഇമാം മാലിക് റസൂലുള്ളാഹിന്റെ കാലത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന 4 ഇമാമിയങ്ങളിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഇമാം മാലിക്.
അദ്ദേഹം മദീനക്കാരനാണ്, മദീനയിൽ തന്നെയാണ് ഇമാമു ദാരിൽ ഹിജ്റ. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ഒരു വിഷയം നിങ്ങൾ കണ്ടല്ലോ. ഇപ്പൊ കാലിന്റെ വിരലുകൾ അകറ്റിക്കഴുകുന്നതിനെ സംബന്ധിച്ചുള്ളത് അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനത് കിട്ടി. ശിഷ്യനത് സനദോടുകൂടി ഉദ്ധരിച്ചു കൊടുത്തപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം അത് സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ കൗല് മാറ്റുകയും പിന്നീട് അദ്ദേഹത്തോട് ആ വിഷയത്തിൽ ആര് സംശയം ചോദിച്ചാലും ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ആ അഭിപ്രായം, ആ കൗല് പറയുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മുവത്ത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഹദീസിന്റെ സോഴ്സിൽ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമാണ് എന്നല്ല. അർഫഉ സനദൻ ഫി ബഅദ് അഹ്യാ മിനൽ ബുഖാരി, ചില കേസുകളിൽ അല്ലെങ്കിൽ അധിക കേസുകളിലും ഇമാം ബുഖാരിയുടെ സനദിനെക്കാളും തർജീഹ് ഉണ്ടാകുകയും. കാരണം സനദിന്റെ ആളുകളുടെ എണ്ണം കുറവാണ്. ഒരാൾ എപ്പോഴും പറയും ഇമാം ബുഖാരിയെക്കാളും ഒന്ന് കുറയും. പിന്നെ ചില ഇമാമിയങ്ങളുണ്ട്, ഫുഖാക്കളുണ്ട്, അവർ ഹദീസിന്റെ വിഷയം വരുമ്പോൾ ലബത്തിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ചില കുറവുകൾ അവർക്കുണ്ടാകും. അങ്ങനെ ലബത്തിലോ മറ്റു കാര്യങ്ങളിലോ കുറവുള്ള ആളല്ല എന്നല്ല. മിനൽ മുത്തഖിനീനൽ ജിബാൽ, അദ്ദേഹത്തെ പോലെ ഇത്തഖാനുള്ള മറ്റു ഉലമാക്കൾ, ഫുഖഹാക്കൾ, ഇമാമിയങ്ങൾ വേറല്ല. അതുകൊണ്ട് തന്നെ അത്രയും പ്രഗൽഭനാണ്. അദ്ദേഹം തന്റെ മുവത്തയിൽ പറയുന്നു, റവാ മാലികും ഫിൽ മുവത്ത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ നീ ആക്കി തീർക്കരുത് റബ്ബേ, വസനൻ ഒരു വിഗ്രഹമാക്കരുത്, യുഅബദ് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്, ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുത്. ഇവിടെ യുഅബദ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ജുംല ഫിഅലിയ, അത് വസനിന് നൽകിയിരിക്കുന്നതായ ഖൈദാണ്. ആ ഖൈദാണെങ്കിലോ ലാ ഖൈദു ശർത്ത് ബൽ ഖൈദു കാശിഫ, കാശിഫത്തായ ഖൈദാണ്. എപ്പോഴാണ് ഒരു ഖബർ വസനായി തീരുന്നത്? ഹീനമാ യുബാശിറുൻ നാസ്, ജനങ്ങൾ ആ ഖബറിനെ നേർക്ക് നേരെ ഖബറുമായി ഇടപഴകുന്നു. ഏതുമായിട്ട്? ബിദ്ദുആ വദ്ദഅവ, അവിടെ ചെന്നിട്ട് ദുആ നടത്തുന്നു, ഇബാദത്ത് നടത്തുന്നു എങ്കിൽ ആ ഖബർ വസനായി തീർന്നു. ഒരു ഖബറിന്റെ അടുക്കൽ പോയി നേർക്ക് നേരെ ആളുകൾ ആ ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയാൽ അന്ന് മുതൽ ആ ഖബറിനപ്പുറം അതൊരു വിഗ്രഹമായി, വസനായി, യുഅബദ്. എന്നിട്ട് പറഞ്ഞു, ഇസ്തഗ്ഫറുല്ലാഹ്, അല്ലാഹുവിന്റെ കോപം വളരെ കഠിനമാണ്, അലാ ഖൗമിൻ ഒരു ജനതയോട്, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. എന്താ അവർ ചെയ്ത തെറ്റ്? അവരിലേക്ക് നിയോഗിച്ചയച്ചിട്ടുള്ള അമ്പിയാക്കന്മാര് മരണപ്പെട്ടു പോകുമ്പോൾ അവരെ മറമാടിയിരിക്കുന്ന ഖബറുകൾ ആരാധനകൾ, ഇബാദത്തുകൾ ചെയ്യാനുള്ള സ്ഥലമായിട്ട് അവർ സ്വീകരിച്ചു. അതാണ് കാരണം. ആ ഖബറുകളെ ആരാധിച്ചു എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ആ ഖബറിനെ ആരാധിക്കണമെന്നില്ല. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവര് അമ്പിയാക്കന്മാരുടെ ഖബറിനെ മഅബൂദാക്കി എന്ന് പറഞ്ഞിട്ടില്ല. ആ സ്ഥലത്തിന് അവരെന്ത് കൊടുക്കുകയാണ്? ഒരു പ്രത്യേകത കൽപ്പിക്കുകയാണ്. നബിയുടെ ഖബർ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് ദുആ ചെയ്താൽ, അവിടുന്ന് അള്ളാഹിനോട് ദുആ ചെയ്താൽ, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്താൽ ഒന്ന് നമുക്ക് നല്ല മനസ്സാന്നിധ്യം കിട്ടും, നമുക്ക് നല്ല ഇജ്തിഹാദ് ഉണ്ടാകും. അത് ആ സ്ഥലത്തിന്റെ മുക്കാത്തിന്റെ പ്രദേശത്തിന്റെ ഖബറിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹ് കൂടുതൽ ഇജാബത്ത് നൽകും. അതുകൊണ്ട് തന്നെ ഖബറിന്റെ പരിസരം അള്ളാഹിനോട് ഇബാദത്ത് ചെയ്യാനുള്ള സ്ഥലമായിട്ട് അവർ സ്വീകരിച്ചു. ഇക്കാരണത്താലാണ് ഇഷ്തദ്ദ ഗളബുല്ലാഹ്, അള്ളാഹിന്റെ കോപം കഠിനമായത് ആ ജനതയോട്. നമ്മളൊക്കെ അതിന്റെ അപ്പുറത്തെ സ്റ്റെപ്പ് മാത്രമേ തലേ കയറുള്ളൂ. ഞാനിത് ഇത്ര വേർതിരിച്ച് കല്ലും നെല്ലും വേർതിരിച്ച് പറഞ്ഞാലും ഇന്റെ ദർസ് കേട്ട നേരെ മുന്നിലിരുന്ന് കേട്ടോലും കാസറ്റിലൂടെ കേട്ടോലും ജൂത ക്രൈസ്തവ വിഭാഗത്തെ അള്ളാഹ് ശപിച്ചത്, അവരോട് കോപമുണ്ടായത് അവരെ ഖബർ ആരാധിച്ചതുകൊണ്ടാണ് എന്ന് പറയും. ഖബറിന്റെ അടുക്ക പോയിട്ട് ആരാധന നടത്തിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ടാ വിഷയം. ജൂതരും ക്രൈസ്തവരും ചെയ്തിട്ടുള്ള അള്ളാന്റെ ഖളബ് കഠിനമാകാനുള്ള കാരണം എന്താ? അവർ ശിർക്ക് ചെയ്തതല്ല, മറിച്ച് ശിർക്കിലേക്ക് എത്തിക്കുന്ന,
ഷിർക്കിന്റെ വസീലയായിട്ടുള്ള ഖബറിന്റെ പരിസരത്തുള്ള ഇബാദത്ത് ചെയ്തു എന്നതാണ് കാരണം. ഹദീസ് നോക്കി, ഇസ്തംതഗവല്ലാഹ്, അല്ലാഹുവിന്റെ കോപം വളരെ കഠിനമാണ്. അലാ ഖൗമിൻ, ഒരു ജനതയോട്. ആ ജനത ചെയ്ത തെറ്റ് ഷിർക്കല്ല, വസായിലു ഷിർക്കാണ്. ഇപ്പൊ വസായിലു ഷിർക്ക് എന്നൊക്കെ പറഞ്ഞ അതൊരു മൂക്ക് ചീറ്റി എറിയണം, അത്രയേ ഉള്ളൂ നമ്മൾ ആളുകൾക്ക്. അത് വസീലത്ത് ഷിർക്കല്ലേ. പിശാച് നമ്മളെ കൂട്ടത്തിൽ പണിയെടുക്കുന്നത് ഇങ്ങനെയാണ്. വസായിലു ഷിർക്ക് ചെയ്തിട്ടുള്ള ജൂതന്മാരോ ക്രൈസ്തവരെ അള്ളാഹ് അവരോട് കോപിക്കല്ല ചെയ്തത്. അള്ളാന്റെ കോപം കഠിനതരമായിരിക്കുന്നു. കാരണം ഇത്തഹദു ഖുബൂറ അംബിയാഇഹിം, അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങളെ അവർ സ്വീകരിക്കും. മസാജിദ്, അവർക്ക് ഇബാദത്ത് ചെയ്യാനുള്ള. നമ്മുടെ അടുക്കലും ആ സ്വഭാവം കുറെ ഉണ്ട്. കാരണം പള്ളി ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ അടുത്ത് മഖ്ബറ വേണം. പള്ളി ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ അടുക്കൽ മഖ്ബറ വേണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു പള്ളി മഖ്ബറല്ലാതെ ഉണ്ടാകുന്നുവെങ്കിൽ അത് ളറൂറത്ത് കൊണ്ടാണ്, വേറെ അവിടെ സ്ഥലം കിട്ടാനില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ പള്ളി മഖ്ബറയും തമ്മിൽ ഇസ്ലാമിൽ ഒത്തുപോകൂല എന്നുള്ളത് അയിമ്മത്തിന്റെ ഖൗലാണ്. അതൊരു അസ്ലാണ് ഇസ്ലാമിൽ. ഒരിക്കലും ഒരുമിച്ച് വരാൻ പാടില്ലാത്ത, ലാ യജ്തമിആനി അബദ, ഒരു സാഹചര്യത്തിലും രണ്ടും ഒത്തുപോകാത്ത, ഒരുമിച്ച് പോകാത്ത, രണ്ട് ധ്രുവത്തിൽ നിൽക്കേണ്ട രണ്ട് കാര്യമാണ് അൽ ഖബ്റു വൽ മസ്ജിദ്. ഖബറിന്റെ അടുക്ക പോയിട്ട് ആരാധന ചെയ്താൽ അള്ളാഹുവിന്റെ കോപം മാത്രമല്ല, കഠിനതരമായ കോപമുണ്ടാകും. ഇവിടെ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഖബറിനെ തട്ടി നിർത്തിയിട്ട് അതിങ്ങനെ ചെമ്പൊക്കപ്പാടെ കൂട്ടിയിട്ട് ഒരു ബിംബാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനോട് പോയിട്ട്, നബിയുടെ ഖബറിനോട് പോയിട്ട് ആ ഖബറിനോടും നബിനോടും മഴ തരണേ, ഹിദായത്ത് തരണേ, പാപങ്ങൾ പുറത്തു തരണേ എന്ന് ദുആ ചെയ്യണം എന്നുമല്ല ഇതിന്റെ അർത്ഥം. വസനാകാൻ എന്തേ ആവശ്യമുള്ളൂ? ആ ഖബറിന്റെ അടുത്ത് പോയിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്താൽ തന്നെ ആ ഖബർ വസനായി തീരുന്നു. വലിബ്നി ജരീർ ബിസനദിഹി അൻ സുഫിയാൻ അൻ മൻസൂർ അൻ മുജാഹിദിൻ. ഇബ്നു ജരീർ അത്ത്-തബരി റഈസുൽ മുഫസ്സിരീൻ, അദ്ദേഹം പൂർണ്ണമായ സനദോട് കൂടി സുഫിയാനിൽ നിന്നും, സുഫിയാൻ മൻസൂറിൽ നിന്നും, മൻസൂർ മുജാഹിദ് ഇബ്നു ജബർ, ഇബ്നു അബ്ബാസിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള മുജാഹിദ്, അദ്ദേഹത്തിൽ നിന്ന് അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീർ ഉദ്ധരിച്ചിട്ടുള്ളതാണ് പറയുന്നത്. അഫറഅയ്തും, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, അല്ലാത്ത്, ലാത്തയെ കുറിച്ച് നോക്കിയിട്ടില്ലേ, വൽ ഉസ്സ, ഉസ്സയെ കുറിച്ച് നോക്കിയിട്ടില്ലേ. ലാത്തയും ഉസ്സയും എന്താണ്? രണ്ടു വിഗ്രഹങ്ങളാണ്. അവര് വിഗ്രഹങ്ങളായത് എങ്ങനെ? അതെന്താ വിഗ്രഹങ്ങളായത്? ഖാൽ, അതിന്റെ വ്യാഖ്യാനമായി ഇബ്നു അബ്ബാസ് പഠിപ്പിച്ചു കൊടുത്തത് മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാഹു തആല ഉദ്ധരിക്കുന്നു. കാന യലുത്തു ലഹും അസ്സബീഖ് ഫമാത് ഫഅകഫു അലാ ഖബ്രിഹി. ലാത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യനാ, നല്ല മനുഷ്യൻ. യലുത്തു സബീഖ്, അദ്ദേഹം പൊടിയുണ്ടല്ലോ, അരിപ്പൊടി, അതില് നെയ്യും കൂട്ടിയിട്ട് ചേർത്തിട്ട് സബീഖ് ഉണ്ടാക്കി കൊടുക്കും. സബീഖ് ഉണ്ടാക്കി കൊടുക്കും. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അരിപ്പൊടി കൊണ്ട് അദ്ദേഹം അവർക്ക് പായസം മാതിരിയുള്ള നല്ലൊരു പാനീയം അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല എനർജൈസറാണ്, അതുണ്ടാക്കി കൊടുക്കും. അത് പ്രത്യേകിച്ച് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് ആ സമയത്ത് സൂര്യന്റെ ചൂടൊക്കെ താങ്ങാന്, ഉന്മേഷത്തോടു കൂടി ഇബാദത്ത് ചെയ്യാന്, അവർക്ക് ദാഹം തീർക്കാൻ വേണ്ടി അദ്ദേഹം സബീഖ് കൊണ്ട് അവർക്ക് നല്ലൊരു പാനീയം ഉണ്ടാക്കി കൊടുക്കും. ഫമാത്, അങ്ങനെയുള്ള ലാത്ത് എന്ത് ചെയ്തു? മരണപ്പെട്ടു പോയി. ഫഅകഫു അലാ ഖബ്രിഹി, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ആരാധിച്ചു എന്നോ ഖബറിനെ ആരാധിച്ചു എന്നല്ല പറയണത്. ആ ഖബറിന്റെ അടുത്തവരിങ്ങനെ പോയിരിക്കും. അക്കഫ പറഞ്ഞ അവിടെ ചടഞ്ഞുകൂടും. അക്കഫ ചടഞ്ഞുകൂടുക. പള്ളിയിലെ എഴുത്തിക്കാഫ് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്തു പോകാതെ അവിടെ തന്നെ നിൽക്കുക. ഖബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചടഞ്ഞുകൂടാനുള്ള സ്ഥലമല്ല.
അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല, തീരല്ല. ഖബറിന്റെ അടുക്കൽ നമുക്കുള്ളത് ആ ഖബർ ഉദ്ദേശിച്ചുകൊണ്ട് ദൂരത്ത് നിന്ന് വരാനുള്ളതല്ല. നമ്മൾ ആ വഴി സ്വാഭാവികമായ നിലക്ക് പോകുകയാണെങ്കിൽ ആ ഖബറിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അതൊരു മുസ്ലിമിന്റെ ഖബറാണെങ്കിൽ, മുസ്ലിമീങ്ങളുടെ ഖബറാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊരു ദുആ ചെയ്യണം, സലാം പറയണം. അതാ മര്യാദ. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഈ മുഅ്മിനീങ്ങൾ മരണപ്പെട്ട് കിടക്കുന്ന ഈ ഖബറുകളുണ്ടല്ലോ, ആ ഖബറുകളിലുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. നിങ്ങൾ ഞങ്ങളെ മുന്നിൽ പോയി, ഞങ്ങളിതാ നിങ്ങളുടെ പിന്നാലെ വന്നു ചേരാനുള്ളവരാണ്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടൊരു സലാം അള്ളാഹിനോട് ആവശ്യപ്പെട്ടു, ഒരു സലാം പറഞ്ഞു പോന്നു. എന്നിട്ട് ആ മരണപ്പെട്ട ആളുകളുടെ അവസ്ഥ ആലോചിച്ചിട്ട് ഒരു ഇബ്റത്ത് നമ്മൾ ഉൾക്കൊണ്ടു. ഫൈന്നഹാ തുദക്കിറുക്കുമുൽ ആഖിറ. നിങ്ങൾക്ക് മരിക്കാനുണ്ട്, മരണപ്പെട്ട നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ് എന്നത് അനുസ്മരിക്കാൻ അത് ഉപയോഗിക്കുക, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുക, എന്നും അവിടെ ഇങ്ങനെ നിൽക്കുക, അവിടെ തന്നെ ഇരിക്കുക, അവിടെ പോയിട്ട് ഇബാദത്ത് ചെയ്യുക, അവിടുന്ന് കത്തം തീർക്കുക. അങ്ങനെ അവിടുന്ന് ഹത്തം തീർക്കാനും അവിടെ ഭജനരിക്കാനും തുടങ്ങിയാൽ ആ ഖബർ എന്നിടത്തുനിന്ന് ഖബറിന്റെ കാര്യത്തിൽ ഉലുബ് കാണിക്കലായി. ആ ഉലുബ് ആ ഖബറിനെ ഖബറാക്കി അല്ലാതെ വസനാക്കി തീർത്തു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വകദാ ഖാല അബുൽ ജൗസാ അൻ ഇബ്നു അബ്ബാസ്. ഇപ്രകാരം ഇബ്നു അബ്ബാസിൽ നിന്ന് അബുൽ ജൗസാ പറയുന്നത്, കാന യരുത്തു സബീഖ ലിൽ ഹാജ്. അദ്ദേഹം അരിപ്പടിയൊക്കെ കൂട്ടിയിട്ട് നല്ല പാനീയം ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്ന് മാത്രമാണ് നേരത്തെ പറഞ്ഞത്. അത് ആർക്കായിരുന്നു? വിശിഷ്യ അദ്ദേഹം ആ മധുര പാനീയം ഉണ്ടാക്കിയിരുന്നത് ലിൽ ഹാജ്, കഅബയിലേക്ക് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വേണ്ടിയാണ് എന്നുണ്ട്. ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിൽ നിന്നുള്ള റിവായത്തിൽ ഖാല, അദ്ദേഹം പറയുന്നു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനത്ത് ചെയ്തിട്ടുണ്ട് സായിറാത്തിൽ ഖുബൂർ, ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകളെ. ആ റിവായത്തിൽ സഹീഹായ റിവായത്ത് സവ്വാറാത്തിൽ ഖുബൂർ, ഇടക്കിടക്ക് ഖബറിലേക്ക് പോകുന്നവരെയാണ്. സൈറാത്തുൽ ഖുബൂർ എന്നുള്ള റിവായത്ത് ദഈഫല്ല. അതിന് അവരെ ശപിച്ചു എന്ന് പറയുന്ന റിവായത്ത് ലഫ്ളിൽ തകരാറ് സംഭവിച്ചിട്ടുള്ളതാണ്. ശരിക്ക് സ്വീകാര്യയോഗ്യമായ റിവായത്ത് റസൂലുള്ളാഹിന്റെ ലഅനത്ത് വന്നിട്ടുള്ളത് സവ്വാറാത്തിൽ ഖുബൂർ. അതിന്റെ സനദും അതിന്റെ എല്ലാ വിശദാംശങ്ങളും അഹ്കാമുൽ ജനായിസ് നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ അവിടെ വിശദമായി പറഞ്ഞു പോയിട്ടുണ്ട്. ആ ഭാഗം പറയുന്നതിടെ നിങ്ങൾ ഒന്നും കൂടി കേട്ടാൽ എല്ലാം കിട്ടും. ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു എന്നത് റിവായത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. ശരിയായ റിവായത്ത് സവ്വാറാത്തിൽ ഖുബൂർ. റസൂലുള്ളാഹി ശപിച്ചിട്ടുള്ളത് ഇടക്കിടക്ക് ഖബറിലേക്ക് പോകുന്ന അവരെയാണ്. ഖബർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോയി സിയാറത്ത് ചെയ്യാമെന്നല്ലാതെ പതിവായി രാവിലെ പോയി വൈകുന്നേരത്ത് പോയി നിസ്കരിക്കാൻ പോയപ്പോൾ അപ്പോഴും ഒന്ന് ഖബർ സിയാറത്താക്കി, അസറിനും സിയാറത്താക്കി, മഗ്‌രിബിനും സിയാറത്താക്കി, ഇശാക്കും സിയാറത്താക്കി, മഗ്‌രിബിന്റെ ആശാന്റെ ഇടയിൽ അവിടെ പോയിട്ട് ഒരു ലേശം ഖുർആൻ ഓതി, അത് സംഭവബദ്ധാണ്. മറിച്ച് ഇടക്ക് വല്ലപ്പോഴൊക്കെ ഖബറിൽ പോകാം. അത് പോകുന്നതിന് ഒരു സ്ത്രീ സിയാറത്ത് നടത്തിയാൽ പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം അവർക്കില്ല. ഈ പറഞ്ഞ റിവായത്തിലുള്ള പദം അത് മാറിയതാണ്, സവ്വാറാത്താണ് എന്നുള്ളതാണ്. വൽ മുത്തഖിദീന അലൈഹാ അൽ മസാജിദ് വസ്സുറുജ്. അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ലഅനത്ത് വന്നിട്ടുണ്ട്. അൽ മുത്തഖിദീന അലൈഹാ അൽ മസാജിദ്, ഖബറിന്റെ അടുക്കൽ, ഖബറിന്റെ മുകളിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം മസ്ജിദുകൾ ഉണ്ടാക്കുന്ന ആളുകൾ, അവിടെ പോയി ഇബാദത്ത് ചെയ്യുന്നവരെയും, വസ്സുറുജ്, അവിടെ വിളക്ക് കത്തിച്ചു വെക്കുന്നവരെയും, വിളക്ക് കത്തിച്ചു വെക്കുക, അവിടെ പോയിട്ട് ആരാധന ചെയ്യുക. അവിടെ ഇടയ്ക്ക് വല്ലാതെ സ്ഥിരമായി അവിടെ സിയാറത്തിന് പോകുന്ന പെണ്ണുങ്ങൾ അവര് ദുർബല മനസ്കരാണ്. പ്രത്യേകിച്ച് ദരിയാത്ത്, ശിർക്കിലേക്കുള്ള ദരിയാത്ത് അവരിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ സന്ദർശിക്കുകയാണെങ്കിൽ വളരെ ലിമിറ്റായിട്ട് സന്ദർശിക്കാവൂ. അങ്ങനെയുള്ള സന്ദർശനം അവർക്ക് വിലക്കപ്പെട്ടതല്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു,
ഞാൻ ഖബർ സന്ദർശിക്കുകയാണെങ്കിൽ എന്താ നബിയെ ചൊല്ലേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞു കൊടുത്തു, ഇന്നത് ചൊല്ലിക്കോളൂ, അല്ലാതെ ഖബർ അതിന്റെ നിയമമനുസരിച്ച് അതിന്റെ ശരിയായ രീതി അനുസരിച്ച് ആദാബനുസരിച്ച് ഒരു സ്ത്രീ സിയാറത്ത് ചെയ്താൽ ശാപമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ സൈറാത്തുൽ ഖുബൂർ എന്നുള്ള പദത്തിൽ പ്രശ്നമുണ്ട്, അവിടെ സവ്വാറാത്തുൽ ഖുബൂറാണ്. ഏതാണെങ്കിലും അതിനുശേഷം രണ്ടാമത് പറഞ്ഞ കാര്യം വേറെ റിവായത്തുകളിലും സ്ഥിരപ്പെട്ടതാണ്. ഖബറിന്റെ അരികിൽ ഖബറിന്റെ പരിസരത്തെ ആരാധനക്കുള്ള സ്ഥലമായി സ്വീകരിക്കുന്നവരെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. ഖബറുകൾ കൊണ്ടുപോയിട്ട് വിളക്ക് കൊളുത്തി വെക്കുന്ന ആളുകളെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. റവാഹു അഹ്ലുസ് സുനൻ. ഇതാണ് മസല. ഇനി ഇതിൽ പറഞ്ഞത് ഒന്ന് തഫ്സീറുൽ ഔസാൻ. ഒന്നാമത്തെ മസല എന്താണ് ഔസാൻ? ഔസാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലൊന്നും ആവശ്യമല്ല. മാ യുബാശിറുൽ ആബിദു മിനൽ ഖുബൂർ വത്തവാബീത് അല്ലത്തി അലൈഹാ. ഏതെങ്കിലും ഒരു ഖബർ, ആ ഖബറിനെ നേർക്ക് നേരെ അതിന്റെ അടുക്കൽ പോയിട്ട് ഒരാൾ ആരാധന ചെയ്യുന്നു എങ്കിൽ ആ ഖബർ എന്തായി തീർന്നു? ആ ഖബർ വസനായി തീർന്നു. ഖബറിന്റെ അടുക്കൽ ഒരു ഇബാദത്തുമില്ല. ഖബറിലുള്ള ആൾക്ക് വേണ്ടിയിട്ടൊരു സലാം പറച്ചിലല്ലാതെ അള്ളാഹു നിങ്ങളുടെ മേൽ സലാമത്ത് വർഷിപ്പിക്കുമാറാകട്ടെ, മുഅ്മിനീങ്ങളെ നിങ്ങൾ ആദ്യം പോയി ഞങ്ങളിതാ നിങ്ങളുടെ പിറകിൽ വരുന്നു എന്ന് റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ വചനം പറഞ്ഞു പോകുകയല്ലാതെ അവിടെ വേറെ ഖുർആനോദലോ ദിക്ർ ചൊല്ലലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇബാദത്തുകളോ ഹത്തം തീർക്കലോ നിസ്കാരങ്ങളോ നേർച്ചകളോ അല്ലെങ്കിൽ വഴിപാടുകളോ ഒന്നും അവിടെ പാടില്ലാത്തതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരാൾ അവിടെ ചെന്നിട്ട് ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയാൽ ആ ഖബറിന്റെ കാര്യത്തിൽ ഉരുവ് കാണിച്ചു. ആ ഉരുവ് കാരണത്താൽ ആ ഖബർ വസനായി തീരുകയും ചെയ്തു. ഇതാണ് അതിന്റെ അർത്ഥം. തഫ്സീറുൽ ഇബാദ, ഇബാദത്തിന്റെ തഫ്സീർ. എന്താണ് തഫ്സീർ? ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആരുടെ ഖബറാണോ ആ മഹാനെ നമ്മൾ ഓർക്കുന്നു. അയാൾ നല്ലവനായിരുന്നു, അള്ളാഹ് തെരഞ്ഞെടുത്തിട്ടുള്ള അള്ളാന്റെ മുസ്തഫയിനുള്ള ഖിയാറിൽപ്പെട്ട ആളായിരുന്നു, നല്ല ഇബാദത്തുള്ള ആളായിരുന്നു, നന്മ കൽപ്പിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഖബറിൽ ചെല്ലുമ്പോൾ നമുക്കും നന്മയോടെ ആഭിമുഖ്യം വരുന്നു. അത് മനസ്സിൽ വെച്ചിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നു. ആ ഇബാദത്ത് മതി, അല്ലാതെ അയാളോട് ഇബാദത്ത് ചെയ്തോളുന്നില്ല. എന്നാൽ തന്നെ ശാപത്തിന് കഠിനമായ കോപത്തിന് ഇരയാകും. അതിലേക്ക്, ആ ഖബറിലേക്ക്, ഖബറിനോടോ ഖബറിലുള്ള വ്യക്തിയോടോ നേർക്ക് നേരെ നമ്മൾ ചോദിക്കുന്ന ഇബാദത്തായാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് തീർത്തുകൊണ്ട് പുറത്തു പോയി, പിന്നെ അയാൾ കാഫിറുമായി. അതാണ് ഇതിന്റെ സ്ഥിതി. പിന്നെ അതിനു പുറമെ അസ്സാലിസത്തു അന്നഹു ലം യസ്തഇൽ ഇല്ലാ മിമ്മാ യഖാഫു വുഖൂഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ദുആ ചെയ്യുന്നു, കാവൽ ചോദിക്കുന്നു. ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. നബി ഒരിക്കലും കാവൽ ചോദിക്കൂല സംഭവിക്കാത്തൊരു കാര്യത്തിൽ നിന്ന്. നബി കാവൽ ചോദിക്കൂല, സംഭവിക്കാൻ ഇടയുള്ള കാര്യത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ഖബർ കാണാവുന്ന തരത്തിൽ പരസ്യമായി പുറത്ത് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാ സംഭവിക്കും. ഇന്നത് എന്തുകൊണ്ട് വസനാകുന്നില്ല എന്ന് ചോദിച്ചാൽ ആർക്കൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ ഖബർ ഈ ഏരിയയിലാണ് എന്ന് മാത്രമേ അറിയുള്ളൂ. ആരാ റസൂലുള്ളാഹിന്റെ ഖബർ കാണല്? ചിലരിങ്ങനെ നോക്കിയിട്ട് വന്നിട്ട് പറയും, ഞാൻ ശരിക്ക് ഖബർ കണ്ടു. ഖബർ അങ്ങനെ കാണൂല, അതിന് 2-3 ചുമര് വേറുണ്ട്. ആ ചുമര കാണുക, ആ ഏരിയയിലാണ് ഖബർ. പിന്നെ ആ ഖബർ തുറന്നു കാണിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ആ ഭരണാധികാരികൾ എപ്പോഴെങ്കിലും അവരെന്തെങ്കിലും അതിന്റെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുറക്കുന്നതല്ലാതെ ഒരാൾ ചെന്നിട്ട് എനിക്ക് തുറന്നു കാണിച്ചു തരുന്നമ്മലോട് തുറന്നു കാണൂല. പിന്നെ ചില ആൾക്കാരൊക്കെ അവിടെ പോയി വരുമ്പോൾ അവർ ഞാൻ കണ്ട കോലെങ്ങനെയാണ് കുറെ പറയും. അതൊക്കെ അയാൾ ആനനെ കണ്ട് വരികയാണ്, അത് മുറാണ്, ചൂലാണ് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതിയാൽ മാത്രം മതി. ശരി. പിന്നെ ഏതാണെങ്കിലും ശരി, ഇന്നത് തുറന്നിടാത്തത് കൊണ്ട് ആർക്കും അത് വസനാക്കാൻ പറ്റുന്നില്ല. തുറന്നിട്ടിരുന്നുവെങ്കിൽ അത് വസന് മാത്രമല്ല, തുറന്നിടാഞ്ഞിട്ട് പോലും ഇപ്പുറത്ത് ദൂരെ നിന്നിട്ട് പോലും റസൂലുള്ളാഹിനോട് ഇസ്തിഗാസ നടത്തുന്ന എത്ര ആൾക്കാരുണ്ട്, റസൂലുള്ളാഹിനോട് തവസ്സുൽ നടത്തുന്ന എത്ര ആൾക്കാരുണ്ട്. ഇതാണ് സ്ഥിതിവിശേഷം. ഖർനുഹു ബിഹാദാ ഇത്തിഖാദ ഖുബൂരിൽ അംബിയാഇ മസാജിദ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഖബറിനെ വസനാക്കുക അഥവാ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പരിസരം ആരാധനക്കുള്ള സ്ഥലമായി സ്വീകരിച്ച് അതിനെ വസനാക്കുക.
ഗുലുവ് കാണിക്കുക എന്നതിനോട് ചേർത്ത് പറഞ്ഞത് പൂർവിക സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ അമ്പിയാക്കന്മാരുടെ ഖബറിനെ ഇബാദത്തിന്റെ സ്ഥലമാക്കി സ്വീകരിച്ചതിനോടാണ് ചേർത്ത് പറഞ്ഞത്. അതേപോലെ എന്റെ ഖബറിനെയും ആരാധന ചെയ്യാനുള്ള സ്ഥലമായി സ്വീകരിക്കും. പിന്നെ അത് നേരെ ശിർക്കിലേക്കും പോകും. വസീലയിൽ നിന്ന് നേരെ ശിർക്കിലേക്കും പോകും. അതിനാൽ റബ്ബേ നീ എനിക്ക് കാവൽ തരണേ. ഇതാണ് റസൂലുള്ളാഹിന്റെ ചോദ്യം. അൽ ഖാമിസ ദിക്റു ശിദ്ദത്തിൽ ഗളബി മിനല്ലാഹ്. ഖബറിന്റെ പരിസരം ആരാധനക്കുള്ള സ്ഥലമാക്കിയാൽ അല്ലാഹ് കോപിക്കുക മാത്രമല്ല, ആ കോപം കഠിനതരമായിരിക്കും, ലഅനത്തിനിരയാകും. അത് വൻപാപമാണ്. ഈ ലഅനത്തും വൻപാപം എന്നൊക്കെ പറയുന്നത് എന്താണ്? ആ ഖബറിനെ ആരാധിച്ചതുകൊണ്ടല്ല, ഖബറിന്റെ പരിസരം ആരാധന ചെയ്യാനുള്ള സ്ഥലമാക്കി എന്ന വസീല ചെയ്തുകൊണ്ടാണ്. ഖബറിനെയോ ഖബറിലുള്ള ആളെയോ ആരാധിച്ചു കഴിഞ്ഞാൽ വൻപാപമൊക്കെ പോയി, ശിർക്കായി, ദീനിന്ന് പുറത്തായി. അസ്സാദിസത്തു വഹിയ മിൻ അഹമ്മിഹാ. ആറാമത്തെ മസ്അല, ഏറ്റവും പ്രധാനപ്പെട്ടത് മഅരിഫത്തു സിഫാത്തി ഇബാദത്തില്ലാത്ത്. ലാത്തയെ ആരാധിക്കുന്ന ലാത്ത ഇന്നെന്തായി? ഇന്ന് യഥാർത്ഥത്തിൽ ലാത്ത ഒരു ബിംബം തന്നെയായി, വിഗ്രഹം മാത്രമല്ല ബിംബായി. ലാത്ത തന്നെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന മഅബൂദായി തീർന്നു. എങ്ങനെ ലാത്ത മഅബൂദായത്? ആദ്യം നേരെ മഅബൂദായതാണോ? അല്ല. അല്ലത്തിയ മിൻ അക്ബറിൽ ഔസാൻ. അതാണ് ഇന്ന് നിലകൊള്ളുന്ന, അറേബ്യയിലൊക്കെ നിലകൊള്ളുന്ന വിഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമായ ലാത്തയെ ആരാധിക്കപ്പെട്ട സ്ഥിതി എങ്ങനെയുണ്ടായത്? ആദ്യം ലാത്തയെ മറവ് ചെയ്തിട്ടുള്ള ഖബറിന്റെ അടുക്കൽ അവരിങ്ങനെ പോയിരിക്കും, ലാത്തിനോടുള്ള സ്നേഹം കൊണ്ട്. ആദ്യം ഒരു ഉഖൂഫ് മാത്രം ഉണ്ടായത്. അവിടെ പോയി കുറേ നേരം ഇരിക്കും. അങ്ങനെ കുറേ നേരം ഇരിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ സ്റ്റെപ്പില് ഒരു പടി പോയി അവിടെ ഒരു നാട്ടി വെച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പില് അടുത്ത തലമുറ വന്നപ്പോ നാട്ടി മതിയായില്ല, അതൊരു സ്വനമുണ്ടാക്കി വെച്ചു. നാലാമത്തെ സ്റ്റെപ്പില് ആ സ്വനമിനോട് തവസ്സുലാക്കൽ തുടങ്ങി. അഞ്ചാമത്തെ സ്റ്റെപ്പില് ആ സ്വനമ് തവസ്സുല് മാത്രമല്ല, നേരെ ആ സ്വനമിന് ഇബാദത്ത് തുടങ്ങി. പിന്നെ ഇബാദത്ത് ചെയ്യാനുള്ള വസ്തു, നമുക്ക് നേർക്ക് നേരെ നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള വസ്തു അത് ഈ ലാത്തയുടെ ബിംബമാണ്. ആ ബിംബം ആരെ പ്രതിനിധീകരിക്കുന്നുവോ അയാൾ നമ്മുടെ കാര്യമൊക്കെ ഏറ്റവും വലിയ ഇലാഹായ അള്ളാന്റെ അടുക്കൽ നിന്ന് കാര്യം നേടിത്തരും എന്നുള്ളിടത്തേക്കുമായി. അള്ളാഹ് നമുക്ക് ബന്ധമല്ല, നമുക്കുള്ള ബന്ധം ലാത്തായിട്ട് എന്ന് അറബികൾ പറയുന്നിടത്തെത്തി. അസ്സാബിയത്തു മഅരിഫത്തു അന്നഹു ഖബ്റു റജുലിൻ സാലിഹ്. ഏഴാമത്തേത്, ലാത്ത് എന്ന് പറയുന്ന ബിംബം ഉടലെടുക്കുന്നത് ഒരു സ്വാലിഹായ മനുഷ്യന്റെ ഖബറുകൾ അവർ ചടഞ്ഞിരിക്കുന്നിടത്തുനിന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അസ്സാമിനത്തു അന്നഹു ഇസ്മു സാഹിബിൽ ഖബർ. യഥാർത്ഥത്തിൽ ലാത്ത് എന്ന് പറയുന്നത് ആ ഖബറിന്റെ ഉടമസ്ഥന്റെ പേരാണ്, ആ ഖബറിൽ അടക്കം ചെയ്യപ്പെട്ട ആളുടെ പേരാണ്. വദിക്റു മഅന തസ്മിയ. അതുപോലെ തന്നെ ആ പേരിന്റെ അർത്ഥം ഇവിടെ പറഞ്ഞു. ലാത്ത് എന്ന അദ്ദേഹത്തിന് പേര് വരാൻ കാരണം കാനയലുത്തു സബീഖ്, പൊടിയും നെയ്യും കൂട്ടിയിട്ട് ഒരു മധുരപാനീയം ഉണ്ടാക്കിയിരുന്നു. അതിൽ നിന്നാണ് ലാത്ത് എന്ന അദ്ദേഹത്തിന് പേരെന്നെ വന്നത്. പായസക്കാരൻ, നമ്മുടെ നാട്ടിലും അങ്ങനല്ലേ, ഓരോരുത്തർക്ക് അവർ ചെയ്യുന്ന പണിയിലേക്ക് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സേവനത്തിലേക്ക് ചേർത്തിട്ട് പേര് എന്നതുപോലെ ഇദ്ദേഹം ചെയ്തിരുന്ന ഒരു സർവീസിലേക്ക് ചേർത്തിട്ടാണ് ലാത്ത് എന്നുള്ള പേര് വന്നത്. ലത്തയെലുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് കലർത്തുക എന്ന വാക്കിന്റെ അർത്ഥം. പൊടി ഏതുമായിട്ട് കലർത്തും? നെയ്യുമായിട്ട് കലർത്തും, മധുരമായിട്ട് കലർത്തും, എന്നിട്ട് കലക്കി നല്ലൊരു പാനീയം ഉണ്ടാക്കിക്കൊണ്ടു. അത്താസിയത്തു ലഅനഹു സവ്വാറാത്തിൽ ഖുബൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഅനത്ത് ചെയ്തിട്ടുണ്ട്. ആരെ? സായിറാത്തിനെയല്ല. ഇവിടെ മസ്അലയിൽ മുസന്നിഫ് റഹിമഹുള്ള തന്നെ അത് പ്രത്യേകം ഉണർത്തി, സവ്വാറാത്തുകളെ. അലാശിറത്തു ലഅനഹു മൻ അസ്റജഹ. അവിടെ സിറാജ് കത്തിച്ചു വെക്കുന്ന, അവിടെ വെളിച്ചം കത്തിച്ചു വെക്കുന്ന ആളുകളെ അവരെയും ശപിച്ചു. കാരണം ഖബർ എന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കലും തന്നെ ഇമാറത്ത് നടത്താനുള്ളതല്ല, അത് ചടഞ്ഞിരിക്കാനുള്ളതല്ല, ഇബാദത്തുകളും ഖുർബാത്തുകളും ചെയ്യാനുള്ള സ്ഥലമല്ല. ഖബറിന്റെ കാര്യത്തിൽ അതിര് കവിയാൻ പാടില്ല. ഖബറിന്റെ കാര്യത്തിൽ അതിര് കവിഞ്ഞാൽ ആ ഖബർ വസനായി തീരും.
പിന്നെ ആ വസന് അതിന്റെ പരിസരത്തുള്ള ഇബാദത്തിൽ നിന്ന് അതിന് തന്നെ ഇബാദത്ത് കൊടുക്കുന്ന ശിർക്കുൽ അക്ബർ ചെയ്യുന്നതിലേക്ക് എത്തിക്കും. അങ്ങനെ ശിർക്കുൽ അക്ബറിലേക്ക് എത്തിക്കുന്ന വസീല ആര് ചെയ്തുവോ അവരോടാണ് അല്ലാഹുവിന്റെ കോപമുണ്ടായത്, കഠിനതരമായ കോപമുണ്ടായത്. ഇസ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗം ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. هذا والله تعالى أعلم وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.